നമസ്കാരം. ന്യൂസ് 18 പൊതുവേദിയിലേക്ക് സ്വാഗതം. ധിഷണയാലും സർഗാത്മകതയാലും കാലത്തെ മാറ്റിമറിച്ച വിപ്ലവ ചിന്തകൾ ഉരവം കൊണ്ട ക്യാമ്പസുകൾ, വ്യവസ്ഥിതിയെ അപ്പാടെ മാറ്റിമറിച്ച തീപിടിച്ച ചിന്തകൾ പിറന്ന കലാലയങ്ങൾ, സ്വാതന്ത്ര്യ സമരകാലം മുതൽ ഈ മഹാമാറ്റങ്ങളുടെ കൊടിക്കൂറ ഉയർത്തിപ്പിടിച്ച വിദ്യാർത്ഥി സംഘടനകൾ, ഇന്നത്തെയും ഇന്നലത്തെയും തലമുറ അനുഭവിച്ചതും അനുഭവിക്കുന്നതുമായ അവകാശങ്ങളൊക്കെയും നേടിയെടുത്ത വിദ്യാർത്ഥി സംഘടനകൾ, അത് SFIയോ KSUവോ AESFോ ഐഷയോ ഏതുമായിക്കൊള്ളട്ടെ, ഈ വിദ്യാർത്ഥി സംഘടനകൾക്ക് ഓരോന്നിനും ചരിത്രത്തെ പ്രകാശഭരിതമാക്കിയ പോരാട്ടങ്ങളുടെ ചരിത്രമുണ്ട്. എന്നാൽ ഇന്ന് സ്കൂളുകളിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനമില്ല. ക്യാമ്പസുകളിലും പരിമിതമായ അളവിൽ മാത്രമാണ് പ്രവർത്തനം. കാലത്തിൻ്റെ അനിവാര്യതയാണ് വിദ്യാർത്ഥി സംഘടനകളെന്ന് തെളിയിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവർ ഇന്നത് ചെയ്യുന്നുണ്ടോ? ക്യാമ്പസുകളിൽ നിന്ന് ലഹരി കച്ചവടക്കാരെ പിടികൂടുമ്പോൾ അതിൽ വിദ്യാർത്ഥി സംഘടനാ നേതാക്കൾ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? സർഗകലാപങ്ങൾ പടുക്കേണ്ടവർ ലഹരി കച്ചവടം നടത്തുന്നുണ്ടോ? ഏതെങ്കിലും ഒരാൾ ചെയ്ത തെറ്റിന് സംഘടനയാകെ എന്തു പിഴച്ചു എന്ന ചോദ്യത്തിനപ്പുറത്തേക്ക് അത് വ്യാപിച്ചിരിക്കുകയാണ്. നമ്മുടെ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൽ സമ്പൂർണ്ണമായ ശുദ്ധീകരണം അനിവാര്യമായ കാലത്താണോ ഇത്? ന്യൂസ് 18 പൊതുവേദി ഇത് പരിശോധിക്കുന്നു. പ്രേക്ഷകർക്കും പ്രതികരിക്കാം. ശ്രീ ശിവദാസനാണ് ബാലരാമപുരത്തു നിന്നും. ശ്രീ ശിവദാസൻ, ക്യാമ്പസുകളെ സർഗാത്മകമായി നയിക്കേണ്ടവരാണ് ക്യാമ്പസുകളിലെ വിദ്യാർത്ഥി സംഘടനകൾ. പക്ഷേ ഇന്ന് പല ലഹരി കച്ചവടക്കാരുടെയും ഒക്കെ പിടിക്കുമ്പോൾ അതിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകർ കൂടി ഉൾപ്പെടുന്നുണ്ട്. ഈ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൽ അങ്ങനെ ഒരു അപജയം ഉണ്ടായിട്ടുണ്ടോ? നമസ്കാരം അഖിലൻ. നമസ്കാരം. എനിക്ക് പറയാനുള്ളത്, കേരള രാഷ്ട്രത്തില് CPMന്റെ ഏറ്റവും വളർച്ച SFI കൂടി തന്നെയാണ്. പക്ഷേ ഇപ്പോ SFI ആയാലും KSU ആയാലും ഏത് സംഘടന ആയിരുന്നാലും എല്ലാ ക്യാമ്പസുകളിലും മയക്കുമരുന്നിന്റെ വേട്ടയാണ്. ഞാനൊന്ന് പറയാം. എന്റെ തൊട്ടടുത്തുള്ള ഒരു പാർട്ടി ഓഫീസിൽ കഴിഞ്ഞ 13 ദിവസമായി ഞാൻ എന്റെ മോനെ മുടിവെട്ടാൻ വേണ്ടി പോയപ്പോൾ അവിടെ 2 പയ്യന്മാരെ ബൈക്ക് വന്നിട്ട് ആ പാർട്ടി ഓഫീസിൽ നിന്നും കഞ്ചാവ് വാങ്ങി അവരെ വെച്ചപ്പോൾ മൊത്തം തൊഴിഞ്ഞു വീഴുകയാണ്. അവർ കൈ തൊഴിഞ്ഞു വീഴുകയാണ്. 400 പൊതിഞ്ഞു വീഴുകയാണ്. എന്നെ കണ്ടുകൊണ്ട് അവര് എത്രയും പെട്ടെന്ന് വാരിയെടുത്ത് എല്ലായിടത്തും ഓടുകയാണ്. പക്ഷെ വേണ്ടപ്പെട്ട കക്ഷി ആയതുകൊണ്ട് ഞാൻ ഒരു വാണിയം കൊടുത്തു. വാണിയം കൊടുത്തത് നിർത്തി. കൊടുത്തിട്ട് സാറേ ഒന്ന് ഞാൻ പറഞ്ഞുതരാം. കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ ഇല്ല. കാരണം വീട്ടുകാർ പറഞ്ഞപ്പോൾ തലമുറ ഇപ്പൊ തലമുറ വീട്ടുകാർ അച്ഛൻ പറഞ്ഞ കേൾക്കില്ല, അമ്മ പറഞ്ഞ കേൾക്കില്ല, ആരും പറഞ്ഞ കേൾക്കില്ല. രാവിലെ അവർ കോളേജിൽ പോകുന്നു, അവര് വേണ്ട അഭ്യാസം കാണിക്കുന്നു, മയക്കുമരുന്ന് ചെയ്യുന്നു, ആണും പെണ്ണും. പക്ഷെ ഇപ്പോഴും ഞാൻ പറയാം, പെണ്ണുങ്ങളാണ്, എന്നോട് ക്ഷമിക്കണം, ഇപ്പോഴത്തെ തലമുറ പെണ്ണുങ്ങളാണ് ഈ പയ്യന്മാരെ മൊത്തവും വഷളാക്കുന്നത്. എന്റെ പൊരും കിരുണ അനിയാൻ ഇപ്പോ ഞാൻ പറയാൻ പാടില്ല. എനിക്ക് അമ്മയുണ്ട്, സഹോദരിയുണ്ട്, പെൺമക്കളുണ്ട്, എല്ലാവരും ഉണ്ട്, കൊച്ചുമക്കളും ഉണ്ട്. പക്ഷേ ഒരു പെൺകുട്ടി 10 പയ്യന്മാരെ വശത്തെടുത്തുകൊണ്ട് ആ പെൺകുട്ടിയുടെ മറവിൽ ബിസിനസ് ചെയ്യുന്ന എല്ലാ മേഖലയും ഉണ്ട്. കേരളത്തിൽ എങ്ങോളം മൊത്തവും ഉണ്ട്. ഇതൊരു ഒരു രാഷ്ട്രീയ പാർട്ടിയും പറഞ്ഞ കാര്യമില്ല. കാരണം നിർത്തണം. ആയില്ല പിന്നെ സാറേ, നിർത്തണം. ആയില്ല എനിക്ക് സമയം തരണം. പക്ഷെ എളുപ്പത്തിൽ പറയാം. പക്ഷെ ചെയ്യേണ്ട ഒരു കാര്യം, ഇത് നമ്മൾ ഒരു ആളിനെ പിടിക്കുമ്പോൾ അവിടെ രാഷ്ട്രീയം കൊണ്ട് കടത്താൻ പാടില്ല. SFI KSU ഒന്നും പറയാൻ പാടില്ല. രാഷ്ട്രീയം ഇടപെടാൻ പാടില്ല. ഒരു രാഷ്ട്രീയപ്പെട്ട് ഇടപെടാൻ പാടില്ല. കാരണം എല്ലാവർക്കും അച്ഛനുള്ളവരാണ്, മക്കളുള്ളവരാണ്. ഗവൺമെന്റ് ഏത് പാർട്ടിയായാലും മൊത്തം കൈകാര്യം കൊടുക്കും. ശരി, ശ്രീ സന്തോഷാണ് കാസർഗോഡ് വന്നു. ശ്രീ സന്തോഷ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? കലാലയങ്ങളെയൊക്കെ സർഗാത്മകമായി നയിക്കേണ്ടവരാണ് കലാലയത്തിലെ വിദ്യാർത്ഥി സംഘടനകൾ. പക്ഷേ ആ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്ത് നിന്ന് എന്തിന് വിദ്യാർത്ഥി സംഘടനാ നേതാക്കളെ അടക്കം ലഹരി മരുന്നിൽ അല്ലെങ്കിൽ ലഹരി കച്ചവടത്തിന് പിടികൂടുമ്പോൾ ഈ വിദ്യാർത്ഥി സംഘടനകളെല്ലാം ഒരു പൊളിച്ചെഴുത്തിന്, ഒരു ശുദ്ധീകരണത്തിന് തയ്യാറാവേണ്ട കാലമല്ലേ ഇത്? അതായത് വിദ്യാർത്ഥി സംഘടനകളിലെ ആൾക്കാരിൽ പ്രതിയാകുമ്പോൾ സംഘടനകൾ അത് ഏറ്റെടുക്കുന്നതുകൊണ്ടാണ് ഇത്. അവർക്ക് ബാക്കിൽ താങ്ങാൻ ആളുണ്ട് എന്നുള്ളതാണ് ഇന്നലെ തന്നെ സംഭവിച്ചത്. അതാണ് കാരണം ഈ വിദ്യാർത്ഥി സംഘടന ചെയ്യുമ്പോൾ പറഞ്ഞ് SFI പിടിക്കാൻ പറഞ്ഞ KSUവിനെ അത്ര ആൾ പിടിച്ചില്ലേ? ഇവർ വൈകുന്നേരം ഇന്നത്തെ ചർച്ചയിൽ ലിസ്റ്റും കൊണ്ട് നടക്കുകയാണ്. നേരത്തെ കൊലപാതകത്തിന്റെ ലിസ്റ്റ് ആയിരുന്നു കേൾക്കേണ്ടത്. ഇപ്പം അവര് കോൺഗ്രസിന്റെ 400 കിലോ പിടിച്ചില്ലേ? അപ്പൊ SFI അത്ര പിടിച്ചില്ലേ? ഇത് പിടിച്ചില്ലേ? എന്തിനാണ് ഈ രാഷ്ട്രീയ സംഘടനകൾ ഇവർക്ക് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് അറിയാത്തത്? പിന്നെ സപ്പോർട്ട് ചെയ്യുന്നത് മാത്രമല്ല, പോലീസ് അറസ്റ്റ് ചെയ്തിട്ട് കൊണ്ടുപോകുമ്പോൾ ഇവരെ തെളിവ് പോലും ഹാജരാക്കാതെ പോലും ഒരു ജാമ്യത്തിൽ വിടുന്ന ഒരു അവസ്ഥ വരുന്നുണ്ട്. ഇന്ന് ആലപ്പുഴയിൽ തന്നെ ഒരു കേസ് നേരത്തെ പറയുന്നുണ്ടായിരുന്നു. ബ്രാഞ്ച് സെക്രട്ടറിയാണ് പിടിച്ചത്. അതില് മെഡിക്കൽ ടെസ്റ്റ് പോലും നടത്താതെ അയാൾ വിട്ടു എന്നാ പറയുന്നത്.
ഇതൊക്കെ പോലീസിന് സത്യസന്ധമായി കേസെടുക്കാൻ പോലും പറ്റാത്തൊരവസ്ഥ രാഷ്ട്രീയ സംഘടന നേതാക്കൾ ഇടപെടുമ്പോൾ ഉണ്ടാകുന്നു. നമുക്കറിയാം കായംകുളത്തെ MLA മകനെ പിടിച്ച സമയത്ത് പോലും അതൊക്കെ ഇവർക്ക് എങ്ങനെയാണ് രാഷ്ട്രീയ നേതാക്കളെ പിടിക്കാൻ ഈ പോലീസുകാർക്ക് ഒരു ഇത് വേണ്ടേ? പിടിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം വിടേണ്ട അവസ്ഥയല്ല വരുന്നത്. ഇവരെ പേരിലേക്കല്ല കേസ് പോകുന്നത്. പിന്നെ ഈ പോലീസുകാരിന്റെ പുറകെ നടക്കണ്ടേ, എക്സൈസ് ഉദ്യോഗസ്ഥരുടെ പുറകെ നടക്കണ്ടേ? അപ്പൊ ഇത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ രാഷ്ട്രീയ സംഘടനകൾ, ഏത് രാഷ്ട്രീയ സംഘടനയിലും ആയിക്കോട്ടെ, ആ രാഷ്ട്രീയ സംഘടന ഉത്തരവാദിത്തം ഏറ്റെടുക്കാതെ അവരെ പുറത്താക്കുക. അവർക്ക് കേസ് അവർ തന്നെ നടത്തട്ടെ. എന്തിനാണ് ഇത് ഈ രാഷ്ട്രീയ സംഘടന ഇതിന്റെ പുറകെ നടക്കുന്നത് എനിക്കറിയാത്തത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ മൊയ്തീൻ കുഞ്ഞാണ് കായംകുളത്തുനിന്നും. ശ്രീ മൊയ്തീൻ കുഞ്ഞ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ വിദ്യാർത്ഥി സംഘടനകളൊക്കെ കലാലയങ്ങളിൽ എപ്പോഴും നന്നായി പ്രവർത്തിക്കേണ്ട, അല്ലെങ്കിൽ വഴിതെറ്റുന്നവരെ മാറ്റി വഴി തെളിച്ച് നടത്താൻ ഉത്തരവാദിത്തപ്പെട്ടവരാണ്. അങ്ങനെയുള്ള സംഘടനകളുടെ ഭാഗത്തു നിന്ന് പോലും ഇത്തരം പ്രവർത്തനങ്ങൾ വരുന്നു എന്ന് പറയുമ്പോൾ ഈ സംഘടനകളൊക്കെ ഒരു സ്വയം ശുദ്ധീകരണത്തിന് തയ്യാറാവേണ്ടതല്ലേ? നമസ്കാരം കിരൺ. നമസ്കാരം. ഇതെന്ന് പറയുമ്പോൾ ഈ രാഷ്ട്രീയം മുമ്പേ എടുത്ത് കളയണം. ആരെയായിരുന്നാലും പിടിച്ചു കഴിഞ്ഞാൽ ചെയ്യേണ്ടതെന്ന് പറയുന്നത് പോലീസ് അവരുടെ പേരിൽ FIR ഇട്ട് കോടതിയിൽ ഹാജരാക്കി കൊടുക്കണം. കോടതി ചെയ്യട്ടെ, ഇച്ചിരി ആയത്തെ തോന്നയാകട്ടെ. കോടതി തീരുമാനിക്കുക അവരെ എന്ത് ചെയ്യണം, വെറുതെ വിടണോ, വിടണോ, ഇല്ലെങ്കിൽ കേസ് വേണോ വേണ്ട എന്നൊക്കെ തീരുമാനിക്കുന്ന അവരാ. അതായത് എന്റെ മണ്ഡലം കായംകുളം നിയോജക മണ്ഡലത്തിലെ പ്രതിഭ MLA മകൻ ഉൾപ്പെടെ 9 പേരെ പിടിച്ചിട്ട് അപ്പൊ അതിൽ 7 പേര് പ്രതിഭയുടെ മോൻ ഉൾപ്പെടെ 7 പേര് വീട്ടിൽ കിടന്ന് ഉറങ്ങിയതായിട്ടാ വന്നേക്കുന്നത്. അവരെ വെറുതെ വിട്ട് ബാക്കി 2 പേര് ഉറങ്ങിയതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ശ്രീ മൊയ്തീൻ കുഞ്ഞ്. അത് വീട്ടിൽ കിടന്നുറങ്ങിയതായിട്ടൊന്നും പറഞ്ഞിട്ടില്ല അതിനകത്ത്. അല്ല, അതേ പറയാനൊക്കത്തുള്ളൂ. എനിക്കതേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഈ 9 പേരെ പിടിച്ച കൂട്ടത്തിലുള്ള ഈ വ്യക്തി പ്രതിഭയുടെ മകനായി പോയതുകൊണ്ട് അയാൾ പ്രതി അല്ല എങ്കിൽ അയാളെ നിർബന്ധമായും പ്രതിയാക്കണമെന്ന് പറയുന്നത് ശരിയാണോ? ഇവര് ബാക്കിയുള്ളവര് പ്രതിയാവുന്ന എങ്ങനെയാ അന്നേരം? അയാൾ മാത്രമല്ലല്ലോ, അതിനകത്ത് പ്രതിയല്ലാത്ത കുറേയേറെ പേരെ വിട്ടിട്ടുണ്ടല്ലോ. 7 പേരെ മാറ്റി. അതാ 7 പേരെ മാറ്റി, 7 പേരെ മാറ്റി FIR ഇട്ടെന്നൊക്കെ കരുതി ഇപ്പോൾ കുറ്റക്കാരനല്ല എന്ന് കണ്ടെത്തിയാൽ പിന്നെ അവരെ മാറ്റണ്ടേ? ആ പിടിച്ച എക്സൈസ് ഓഫീസർ പണി കിട്ടിയിരിക്കില്ലയോ? അല്ല, അത് തെറ്റായിട്ടാണ് അയാൾ പിടിച്ചെങ്കിൽ അങ്ങനെ ഒരാൾ മയക്കുമരുന്ന് കയ്യിലുള്ളവരെ പിടിക്കണം. അതിന്റെ പേരിൽ അത് ദുരുപയോഗിച്ചാൽ ആ ഉദ്യോഗസ്ഥനെ നടപടിയെടുക്കുന്നത് തെറ്റാണ്. ഇപ്പൊ തന്നെ ഇന്നലെ പിടിച്ചതിന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി അന്വേഷണത്തിന് ഓർഡർ ചെയ്ത് നാട്ടുകാരെയാ ഇത് ചെയ്യുന്നത്, അന്വേഷണം നടത്തുന്നത്. ശ്രീ ജയകുമാറാണ് തിരുവനന്തപുരത്ത്. പോലീസിനോ എക്സൈസിനോ കൊടുക്കണം. ശ്രീ ഷാജിയാണ് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ ഷാജി, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? നമസ്കാരം സാറേ. നമസ്കാരം. ഞാൻ കഴിഞ്ഞ ഒരു സമയത്ത് ഇതുപോലൊരു സംഭവം ഉണ്ടായപ്പോൾ ഞാൻ അന്നേരം പറയുകയും ചെയ്തതാ, ഈ ജയിലിലൊക്കെ ഈ കഞ്ചാവൊക്കെ പോകുന്നത് ഞാൻ ഒരു സംഭവം പറഞ്ഞ ഓർമ്മയുണ്ടോ? ഇതെങ്ങനെ ജയിലിലോട്ട് പോകുന്നത് കൂടി സംഭവിക്കണ്ടേ? ഇവരുടെ നിക്കറ് വരെ ഊരിയിട്ടിട്ടാണ് പോലീസുകാർ അവരെ കയറ്റുന്നത്. പക്ഷെ അവര് ഈ ഓരോ കോടതിയിലൊക്കെ ഇവരെ ഹാജരാക്കുമ്പോഴേ പിന്നെങ്കിൽ ഇവര് ആൾക്കാരെ വിളിച്ചു വരുത്തിയിട്ട് ഇവര് മലതാരത്തിനകത്ത് വെച്ചിട്ടാണ് അവർ അവിടെ പോകുന്നത്. എന്നിട്ട് രാത്രിയിലാണ് ഇവര് ബാത്റൂമിനകത്ത് കയറുമ്പോഴാണ് ഇത് എടുത്തിട്ട് വീടിക്കകത്ത് വെച്ച് ഇവര് വലിക്കുന്നത്. മനസ്സിലായോ? ഇതെല്ലാം ആരെങ്കിലും പരിശോധിക്കുന്നുണ്ടോ? ഇതൊക്കെ ഞങ്ങൾ ഇത് അറിയുന്നുണ്ട്. പക്ഷേ ഈ ഇപ്പോൾ നടക്കുന്ന ഈ സ്കൂളിലെയും കോളേജിലെയും സംഭവം സത്യത്തിൽ ഇത് രാഷ്ട്രീയം ശരിക്കും ഇതിനകത്ത് കളിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇന്നലെ അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ചന്ദ്രനാണ് പാലക്കാട് നിന്നും. ശ്രീ ചന്ദ്രൻ, എപ്പോഴും ക്യാമ്പസുകളിലൊക്കെ വിദ്യാർത്ഥി സംഘടനകളാണ് സർഗാത്മകമായ പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുക്കേണ്ടതും അവരുടെ കലാകായിക പ്രവർത്തനങ്ങൾക്കും അത്തരം വലിയ കാര്യങ്ങളൊക്കെ അവകാശ പോരാട്ടങ്ങളൊക്കെ മുന്നിൽ നിൽക്കേണ്ടവരാണ്. പക്ഷേ ആ വിദ്യാർത്ഥി സംഘടനകളുടെ നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ ഇത്തരം തെറ്റുകൾ വരുമ്പോൾ, ഇത്തരം അതീവ ഗുരുതരമായ തെറ്റുകൾ വരുമ്പോൾ, ഒരാൾക്കൊക്കെ വന്നാൽ ചിലപ്പോൾ അയാളെ സംഘടന ആ കുറ്റപ്പെടുത്തൽ അർത്ഥമില്ല. പക്ഷേ ഇത് നിരവധി ആളുകൾ വരുമ്പോൾ അത്തരമൊരു ശുദ്ധീകരണത്തിന് ഈ സംഘടനകൾ കൂടി തയ്യാറാവേണ്ടതല്ലേ? ഗുഡ് ഈവനിങ്. പറഞ്ഞോളൂ. സാർ, ഇത് ഈ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ മാത്രമുള്ള ഒരു പ്രശ്നമാണെന്ന് നമ്മൾ കാണരുത്. കേരളത്തെ മൊത്തം ബാധിച്ചിരിക്കുന്നതാണ് ഈ ലഹരിയുടെ ഒരു വിഷയം. അതിപ്പോ നമുക്ക് റിപ്പോർട്ടുകളൊക്കെ, നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമുക്കറിയാലോ. അപ്പോ ഇതിനൊക്കെ അടിസ്ഥാനപരമായി നമുക്ക് കാണുന്ന ഈ വീടുകളിൽ നടന്നിട്ടുള്ള, അല്ലെങ്കിൽ വീട്ടിലെ ഫാമിലി സെറ്റപ്പിലൊക്കെ നടന്നിട്ടുള്ള ഒരു ശിഥിലീകരണം ഉണ്ടല്ലോ, റിലേഷൻഷിപ്പ്. അവരെ കുട്ടികളൊന്നും ഇപ്പൊ എന്താ ചെയ്യുന്നത്? കോളേജിൽ പോയി കഴിഞ്ഞാൽ എന്താണെന്ന് ശ്രദ്ധിക്കാനൊന്നും രക്ഷിതാക്കൾക്ക് തീരെ സമയമില്ല. അവരെന്ത് പ്രവർത്തനം അവിടെ നടത്തുന്നത്, പഠിക്കുന്നുണ്ടോ എന്ന് തുടങ്ങി നിരവധി വിഷയങ്ങളുണ്ട്. അവർക്ക് സാധിക്കാത്ത പലതും ഈ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണം, അവർക്ക് വലിയ വിദ്യാഭ്യാസം കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചാണ് ഈ ഹോസ്റ്റലിലൊക്കെ കൊണ്ടു നിർത്തി പഠിപ്പിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അവിടെ നടത്തുന്നത് പലതരത്തിലുള്ള ഇത്തരം
വിഷയങ്ങളാണെന്ന് ഇപ്പൊ നമ്മൾ റിപ്പോർട്ടുകൾ നിങ്ങളടക്കം ന്യൂസ് 18 അടക്കം പുറത്തുവിടുന്നത് അതാണല്ലോ. രക്ഷിതാക്കൾ ഒന്നാമത്തെ പ്രതിയാണ്. പിന്നെ അത് മാത്രമല്ല ടീച്ചർമാർ, അവിടുത്തെ അധ്യാപകർക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ഇപ്പൊ ഈ ഹൈക്കോടതി ഇപ്പൊ തന്നെ സാറിന്ന് നമുക്ക് റിപ്പോർട്ട് ചൂരൽ പ്രയോഗത്തെ പറ്റി ഒരു റിപ്പോർട്ട് വന്നല്ലോ. അത്യാവശ്യം ശിക്ഷ കൊടുക്കാം എന്ന് വന്നല്ലോ. അപ്പോൾ ഒരു കാലത്ത് അതൊക്കെ ഉണ്ടായിരുന്നു, നമുക്ക് പേടിയുണ്ടായിരുന്നു. അത്തരം കേന്ദ്രങ്ങൾ ഇപ്പൊ ഹോസ്റ്റലിലൊന്നും അങ്ങനെ നടത്താൻ അവർക്ക് ഭയം ഉണ്ടായിരുന്നു ഒരു കാലഘട്ടത്തിൽ. ഇപ്പൊ അങ്ങനെയല്ല സ്ഥിതി. അപ്പൊ അതൊന്ന്. സമൂഹത്തിന് ഇടപെടാൻ പറ്റില്ല. കാരണം പണ്ടൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഒരു സ്ഥലത്ത് എന്തെങ്കിലും ഒന്ന് നടക്കുന്നുണ്ടെങ്കിൽ സമൂഹം ഇടപെടുമായിരുന്നു. പക്ഷെ അതിപ്പോ നമ്മള് പോലീസിങ് എന്താണ് അതിന് പറയുക, ആ ഒരു വിധത്തിലാണെന്നും പറഞ്ഞാൽ ആരും ഒന്നും ഇടപെടില്ല. അപ്പൊ നമ്മുടെ മുന്നിൽ തന്നെ വെച്ച് നമ്മൾ കണ്ടാൽ നമ്മൾ ഒഴിഞ്ഞു മാറിപ്പോകും. അപ്പൊ രക്ഷിതാക്കള്, ടീച്ചർമാര്, സമൂഹം, രാഷ്ട്രീയ നേതാക്കളുടെ ഇടയിലുള്ള മൂല്യച്യുതി, പഴയ പോലെയുള്ള അത്തരം നേതാക്കൾ ആരും ഇല്ല ഇന്നിപ്പോ. അവര് പണം ഉണ്ടാക്കാനും അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങളും അവരുടെ സ്ഥാനമാനങ്ങൾക്കും വേണ്ടിയിട്ട് അവർ പരക്കം പായാണ്. അപ്പൊ അവർ ഇതുപോലെയുള്ള ഇവരെ ഉപയോഗിച്ചാണ് അവരുടെ അണികളെ സൃഷ്ടിക്കുന്നത്. അതിന് KSU-എന്നോ SFI-എന്നോ ഒന്നുമില്ല. ശ്രീ വിക്രമനാണ് അടൂരിൽ നിന്നും. ശ്രീ വിക്രമൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഈ വിദ്യാർത്ഥി സംഘടനകൾ കുറെ കൂടിയൊക്കെ ജാഗ്രത പാലിക്കേണ്ട, അല്ലെങ്കിൽ അവരുടെ ഇടയിലേക്ക് ഇത്തരം പുഴുക്കുത്തുകളൊക്കെ കടന്നു വരുന്നുണ്ടെങ്കിൽ അതിനെയൊക്കെ ഒഴിവാക്കാനുള്ള ഒരു ജാഗ്രത അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവേണ്ടേ? തീർച്ചയായിട്ടും സാറേ, തീർച്ചയായിട്ടും. ഇവിടെ എല്ലാവരും പറയുന്നു വീട്ടിലെ മാതാപിതാക്കളെ ശ്രദ്ധിക്കാം. മാതാപിതാക്കളെ എത്ര ശ്രദ്ധിച്ചാൽ സ്കൂളിലെ അധ്യാപകർ എത്ര ശ്രദ്ധിക്കും. ഇവർ പോകുന്ന വഴിയിൽ നിന്ന് സാറേ ഈ ലഹരി ഉപയോഗിക്കുന്നു പറയുന്നത്. എല്ലാവരും ശ്രദ്ധിക്കണം ശ്രീ വിക്രമൻ. മാതാപിതാക്കളും അതോടൊപ്പം തന്നെ അധ്യാപകരും ഒക്കെ, അവർക്കൊക്കെ ഇത്തരം കാര്യങ്ങളൊക്കെ തിരിച്ചറിയാൻ കഴിയും. കുറെ കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. ശരി സാറേ വീട്ടിൽ നിന്ന് ഒരു വിദ്യാർത്ഥി ഇറങ്ങിക്കഴിഞ്ഞാൽ അവൻ പോകുന്ന വഴി അവന്റെ പുറകെ പോകാൻ പറ്റുമോ? പിന്നെന്താണെന്ന് ചോദിച്ചാൽ പിന്നെ കൂടെ പഠിക്കുന്ന സഹപാഠികളാണ് ഇത് ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ. എന്നിട്ട് അവർ മറ്റുള്ളവരെ അറിയിക്കുകയും ചെയ്യേണ്ടത്. അത് സഹപാഠികൾക്കാണ് ഇത് ഏറ്റവും കൂടുതൽ അറിയാവുന്നത്. അതോടൊപ്പം ഒരു ലഹരി മരുന്ന് പിടിച്ചാൽ ഉടനെ രാഷ്ട്രീയ പാർട്ടിക്കാരാണ് അത്. ഏതെങ്കിലും ഒരു വ്യക്തി, ഒന്നോ രണ്ടോ വ്യക്തിയെ അതിന് ആ പ്രസ്ഥാനത്തെ മൊത്തം കുറ്റപ്പെടുത്തി അവരെ ഈ പിടിച്ച ആളുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും പാർട്ടിക്കാരാണോ, കോൺഗ്രസ്സുകാരാണോ, KSU ആണോ എന്നുള്ള തിരക്കി പോകുന്നത്. അത് ഒരു രാഷ്ട്രീയ പാർട്ടിക്കും ഭൂഷണമല്ല. ഇത് നമ്മുടെ അനുജനും അല്ല, നമ്മുടെ മക്കളും ആയിരിക്കും. അവരെ നേർവഴിക്ക് നടത്താൻ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഒന്നിച്ച് നിൽക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. അല്ലാതെ പിന്നെ അവരുടെ പുറകെ രാഷ്ട്രീയ പാർട്ടി തിരക്കി ഇറക്കാൻ അവരുടെ കുടുംബത്താരെങ്കിലും പാർട്ടിയിലും ഉണ്ടോ എന്ന് അന്വേഷിക്കല്ല ഒരു രാഷ്ട്രീയ പാർട്ടി ചെയ്യേണ്ടത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ജയകുമാറാണ് തിരുവനന്തപുരത്ത്. ശ്രീ ജയകുമാർ, താങ്കൾക്ക് എന്ത് തോന്നുന്നു, ഈ വിദ്യാർത്ഥി സംഘടനകൾക്ക് ഇത്തരത്തിലൊരു അപജയം വന്നിട്ടുണ്ടോ? നമസ്കാരം. നാളത്തെ പുതുതലമുറയ്ക്ക് ഇവിടെ ജീവിക്കണമെങ്കിൽ SFI, DYFI ആയ ഗുണ്ടകളെ ഇവിടെ നിരോധിക്കണം. കൂടാതെ ഈ CPM-നെ നിരോധിച്ച് പ്രസിഡന്റ് ഭരണം വന്നെങ്കിൽ മാത്രമേ ഇനി എന്തെങ്കിലും ചെയ്യാൻ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കക്ഷിക്ക് കഴിയും തോന്നുന്നില്ല. ഈ പ്രസിഡന്റ് ഭരണം തന്നെ വരണം. കാരണം വെച്ചാൽ ഈ സംരക്ഷണ സേനാന്നും പറഞ്ഞുകൊണ്ട് ചുമ്മാ അഴിച്ചുവിട്ട് അവർ സംരക്ഷണം കൊടുത്തോണ്ടിരിക്കുകയാണ്. ഇവിടെ വീട്ടിൽ കുട്ടികളെ 2ാം ക്ലാസ് 3ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികളെ പുറത്തിറക്കാൻ പേടി. ഇപ്പൊ സ്കൂൾ ബസ്സിൽ കൊണ്ടുപോകില്ല, നേരെ കൊണ്ടാക്കി അവിടെ കാത്തു നിന്ന് വൈകിട്ട് വിളിച്ചുകൊണ്ട് വരികയാണ് ചെയ്യുന്നത്. ആ രീതിക്ക് ഈ കേരള അതപ്പഴിച്ചതിൽ സർക്കാരിന് വളരെ പങ്കുണ്ട്. ഈ പിടിച്ചവർ അത്രയും DYFI ഗുണ്ടകളാണ്, SFI പാർട്ടി ഏരിയ സെക്രട്ടറിമാരാണ്. വേറെ ഒരു BJP പെട്ടെ കോൺഗ്രസിൽ പെട്ടെ ഒരാളിനെയും പിടിച്ചായിട്ട് അങ്ങനെയല്ല. കേരളത്തിൽ പിടികൂടുന്നതിനകത്ത് എല്ലാവരും SFI-ക്കാരാണ് എന്ന് പറയുന്നത് താങ്കളുടെ വാദം തെറ്റാണ്. അതുപോലെ തന്നെ മറ്റ് ഇതര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിലൊക്കെ പെട്ട ആളുകളെയും ഒക്കെ ഇതേപോലെ പിടികൂടിയിട്ടുണ്ട്. ഈ പറയുന്നതിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽപ്പെട്ട ആൾക്കാർ ഇപ്പൊ ഈ പിടികൂടി 8 പേരുടെ ഭരണത്തിനിടയ്ക്ക് പിടികൂടി എന്ന് താങ്കളൊന്ന് പറയാമോ? എത്രയോ പേരുണ്ട്. താങ്കളെ ജസ്റ്റ് താങ്കൾ ഗൂഗിളിലൊന്ന് സെർച്ച് ചെയ്താൽ മതി. മറ്റ് പാർട്ടികളിലെ ആരെയൊക്കെ പിടികൂടിയിട്ടുണ്ടെന്ന്. കോൺഗ്രസിന്റെ നേതാക്കളെയും BJP-യുടെ നേതാക്കളെയും ഒക്കെ കഞ്ചാവ് കേസിലും മറ്റേതിലും ഒക്കെ പിടികൂടി എത്ര പേരുണ്ടെന്ന് നോക്കാം. അങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയെ ഞാൻ പറഞ്ഞല്ലേ ശ്രീ ജയകുമാർ, ഇത് താങ്കളുടെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ വിരോധം തീർക്കാൻ വേണ്ടി പറയേണ്ടതല്ല. SFI-ക്ക് കുഴപ്പമുണ്ടെങ്കിൽ SFI അത് തിരുത്തണം. അങ്ങനെ തന്നെ വേണം. തിരുത്തേണ്ട ഉത്തരവാദിത്വം SFI-ക്കുണ്ട്. കേരളത്തിലെ വലിയ വിദ്യാർത്ഥി സംഘടന എന്ന നിലയ്ക്ക് ഒന്നാമത്തെ ഉത്തരവാദിത്വം SFI-ക്കുണ്ട്. അതിന് യാതൊരു സംശയമില്ല. എന്ന് കരുതി SFI-ക്കാർ മാത്രമാണ് ഇതെല്ലാം ചെയ്യുന്നത്, മറ്റ് KSU-ക്കാരും AVP-ക്കാരും ഒക്കെ അങ്ങ് നല്ല കുട്ടികളാണ് എന്നല്ല. ഏത് സംഘടനയിലുണ്ടായാലും അത് തിരുത്തുക എന്നുള്ളതാണ് വേണ്ടത്. അവരുടെ തെറ്റുണ്ടെങ്കിൽ തെറ്റ് അംഗീകരിച്ചിരുത്തണം. അവർ ന്യായീകരിക്കാൻ നിൽക്കരുത്. പിടിച്ചെടുത്തോളം കംപ്ലീറ്റ് കേൾക്കുന്ന അത്രയും SFI ഗുണ്ടകളും DYFI. നാട്ടിലെ മറ്റു ഒരു കേസിലും താങ്കൾ ഇതുവരെ ഒരു പാർട്ടിക്കാരെയും കേട്ടിട്ടില്ല. എനിക്കിപ്പോ ഈ അറിയില്ല ഈ പിടിച്ചതിൽ ആരെയും പത്രം വായിക്കുകയും TV കാണുകയൊക്കെ ചെയ്യാറുണ്ടോ? സ്വാഭാവികമായും താങ്കൾ ആ ഒരു പ്രത്യേക വാർത്ത മാത്രമായി ഇങ്ങനെ മറച്ചു വെച്ച് കേൾക്കുക എന്നു വേണ്ടി വരും. അല്ലാതെ ഇത് പറയണം. ആരെങ്കിലും ഈ പറഞ്ഞ ഈ SFI BJP പറഞ്ഞാൽ മാത്രം പോരാ, BJP കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ പോരാ. താങ്കളൊരു കാര്യം ചെയ്യും, താങ്കളുടെ കയ്യിലെ മൊബൈൽ ഫോൺ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്യുക.
അതിനകത്ത് കഞ്ചാവെന്നോ വല്ലതും അടിച്ചു കൊടുത്തിട്ട് ഇപ്പുറത്ത് BJP ന്നോ കോൺഗ്രസ് എന്നോ CPM അല്ലല്ല, അതറിയാം, അതൊക്കെ അറിയാം. അപ്പൊ അതിന്റെ വാർത്തകളൊക്കെ ഇങ്ങനെ നിരനിരയായ വാർത്തകൾ വരും. ഒരാളിനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇവന്മാരിവിടെ നിലത്തേക്കോ? ഈ പാർട്ടികളെ നിലത്തേക്ക് ഇത്രയും പേരെ പിടിച്ചിട്ട് അവരാരും പറയുന്നില്ല ഇന്ന പാർട്ടിക്കാരുണ്ടെന്ന്. ജയകുമാർ, ഇന്ന് ഒരു ദിവസത്തെ സംഭവമല്ല. ഞാൻ പറഞ്ഞല്ലോ, ഇതിനകത്ത് ഞാൻ ഏതെങ്കിലും ഒരു സംഘടനയെ ന്യായീകരിക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും സംഘടന മാത്രമാണ് കുറ്റക്കാരെന്ന് പറയാനോ അല്ല. നമ്മൾ യാഥാർത്ഥ്യം പറയണം. SFIക്കാർ കുറ്റക്കാരാണ്. SFIക്ക് കുറ്റമുണ്ട്. അതിന്റെ ഉത്തരവാദിത്വം SFIയുടെ നേതൃത്വത്തിനുണ്ട്, യാതൊരു സംശയവുമില്ല. അതേപോലെ തന്നെ മറ്റ് സംഘടനകളുടെ നേതാക്കൾക്ക് ഇതേപോലെ ഉത്തരവാദിത്തമുണ്ട്. ആ സംഘടനയിൽപ്പെട്ടവരുമൊക്കെ ഈ ലഹരി കച്ചവടത്തിനും ലഹരി കടിമകളായും ഒക്കെ മാറുന്നുണ്ട്. അത് ഏതെങ്കിലും ഒരു സംഘടന മാത്രമല്ല. ഞാൻ പറഞ്ഞാൽ ഒരു വിദ്യാർത്ഥി സംഘടന, എല്ലാ വിദ്യാർത്ഥി സംഘടനകളും കാലത്തിനൊത്ത് മാറണം. ആ വിദ്യാർത്ഥി സംഘടനകളിലൊക്കെ ഇത്തരം പുഴുക്കത്തുകൾ ഉണ്ടെങ്കിൽ അത് മാറ്റിയില്ലെങ്കിൽ ആ വിദ്യാർത്ഥി സംഘടനയായിരിക്കും തകരാൻ പോകുന്നത്. അതുകൊണ്ട് ഒരു സംഘടന മാത്രമാണ് എന്ന് താങ്കൾ ഈ പറയുന്നത് ഏത് കണക്കിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്കറിയില്ല. ഈ ചെയ്തവരെ BJP ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും അവരെ നിലനിർത്തണമെന്ന് പറയുന്നില്ല. അവരെ ആദ്യം മുമ്പേ കൊണ്ടുവരണം. ഈ കോൺഗ്രസോ BJP കൊണ്ടുവരണമെങ്കിൽ അവരെ അങ്ങനെ കൂടി പറയാൻ തയ്യാറാവണം. ഏത് പാർട്ടി ആയാലും ആ പാർട്ടിയുടെ തലപ്പത്തിരുന്നവർ അതിനവർ തയ്യാറാവാനായിട്ട് ഇവർക്ക് എന്തെങ്കിലും ആളെ കിട്ടണം. അങ്ങനെയല്ല, ആളെ കിട്ടാത്തതല്ല. അത് ഞാൻ എത്ര പ്രാവശ്യം താങ്കളോട് പറയേണ്ടി വരും. അംഗീകരിക്കില്ല. താങ്കളുടെ ദൃഷ്ടിയിൽ ആകപ്പാട് കേരളത്തിൽ SFIക്കാർ മാത്രമാണോ ഈ ലഹരി കച്ചവടത്തിന് നിലവിൽ ഇപ്പൊ ഈ പിടിച്ചെടുത്ത അത്രയും ഇന്നത്തെ നിലവിൽ അത് ശരിയാണ്. ഇന്നത്തെ കേസ് കളമശ്ശേരി പോളിടെക്നിക്കിലെ കേസ് ശരിയാണ്. ഇന്നത്തെ ഒരു കേസ് മാത്രമൊന്നും അല്ലല്ലോ. എല്ലാ ദിവസവും പത്രത്തിൽ എത്ര വാർത്തകൾ വരും. അത് മാത്രമല്ല, ആലപ്പുഴ ആര് പിടിച്ചത്? ജയകുമാർ, ഇനിയെങ്കിലും കേൾക്കൂ. ഞാൻ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഏതെങ്കിലും ഒരു സംഘടനക്കാരെ മാത്രമാണ് പിടിച്ചെന്നോ അല്ലെങ്കിൽ ഒരു സംഘടനക്കാരെ പിടിച്ചിട്ടില്ലെന്നോ പറയട്ടില്ല. ഒരു സംഘടനയുടെ എതിരില്ല. ശരി, ഓക്കെ. ശ്രീ ജയകുമാർ, താങ്കളെ ഇനിയെങ്കിലും താങ്കൾ ഈ യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാൻ തയ്യാറാവൂ. അല്ലാതെ താങ്കളുടെ അന്ധമായ രാഷ്ട്രീയ വിരോധമുണ്ടെങ്കിൽ ആ രാഷ്ട്രീയ വിരോധം വെച്ചല്ല ലഹരിയെ കൈകാര്യം ചെയ്യേണ്ടത്. തെറ്റുകാർ എല്ലാ സംഘടനയിലും ഉണ്ട്. ഏത് സംഘടനയിൽ തെറ്റ് ചെയ്താലും തെറ്റാണ് എന്ന് തന്നെ പറയാനുള്ള ആർജവമാണ് വേണ്ടത്. അല്ലാതെ ഞങ്ങളുടെ സംഘടനക്കാരെ ആരും ഇതുവരെ പിടിച്ചിട്ടില്ല എന്ന് പറയുന്നതല്ല ശരി. അത് ഇനിയെങ്കിലും ശ്രീ ജയകുമാർ മനസ്സിലാക്കൂ. ശ്രീ ശരത്താണ്, ക്ഷമിക്കണം, ശ്രീ ശരത്താണ് ബാലരാമപുരത്ത് നിന്നും. ശ്രീ ശരത്ത്, താങ്കൾക്ക് പറയാം. ശ്രീ പ്രേമയാണ് തിരുവനന്തപുരത്ത് നിന്നും. ശ്രീമതി പ്രേമ, താങ്കൾ എങ്ങനെയാണ് ഈ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരാണ് യഥാർത്ഥത്തിൽ ഒരു ക്യാമ്പസുകളിലൊക്കെ അവിടെ ആളുകൾ വഴിതെറ്റി പോകുന്നത് തടഞ്ഞ് അവരെ സർഗാത്മകമായി നിലനിർത്താൻ ഏറ്റവും ഉത്തരവാദിത്തപ്പെട്ടവർ. അങ്ങനെയുള്ളവരുടെ ഭാഗത്ത് നിന്ന് ഈ തെറ്റ് വരുമ്പോൾ അതിന് ഗൗരവം വർദ്ധിക്കുകയാണ്. ശ്രീമതി പ്രേമ, TV ഒന്ന് മ്യൂട്ട് ചെയ്യുമോ? ഹലോ, നമസ്കാരം. TV ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? ഹലോ, ബഹുമാനപ്പെട്ട സാർ, പറഞ്ഞോളൂ. TV ഒന്ന് മ്യൂട്ട് ചെയ്യാവോ? സാർ, ഞാൻ ബഹുമാനപ്പെട്ട സാറിനോട് അഭ്യർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കുടുംബത്തിലും കൊച്ചു കുട്ടികളുണ്ട്. 2ാം ക്ലാസ് തൊട്ട് +2 വരെയുള്ള കുട്ടികളുണ്ട്. അപ്പൊ എന്ത് വിശ്വാസത്തിലാണ് ഞങ്ങൾ ഈ ക്യാമ്പസിലും സ്കൂളിലൊക്കെ ഞങ്ങൾ അയക്കണത്? അപ്പം ഒരു രാഷ്ട്രീയത്തിനെയും പറ്റി പരിചാരിച്ച കാര്യമില്ല. രാഷ്ട്രീയക്കാരല്ല, രാഷ്ട്രീയമല്ല ഈ ലഹരി മരുന്ന് ഉപയോഗിക്കുന്നത്. മനുഷ്യരാണ്, കുട്ടികളാണ് ഇത് അവരാണ് ഈ ലഹരിക്ക് അടിമയാവണത്. അപ്പൊ ഇതിന്റെ ഉറവിടം കണ്ടെത്തി അവരെ ഇല്ലായ്മ ചെയ്യുക, അതാണ് ചെയ്യേണ്ടത്. ഇല്ലായ്മ ചെയ്യുക. അവിടെ നിന്നാണ് ഈ ഒഴുക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. ആ ഒഴുകണ ഇതിന് ഓരോരോ ലഹരി സാധനങ്ങളും ഓരോ കുട്ടികൾ അടിമയായി പോണു. അവര് വീട്ടിലുള്ളവർ എന്തുമാത്രം വേദനപ്പെടും സാർ, എന്തുമാത്രം വേദനപ്പെടും സാർ. ശരി, താങ്കളുടെ ദുഃഖം മനസ്സിലാവുന്നു. സ്വാഭാവികമായും ഏതൊരു അമ്മയ്ക്കും ഉണ്ടാകുന്ന വിഷമം തന്നെയാണ്. ശ്രീ ശശിധരനാണ് വയലാറിൽ നിന്ന്. ശ്രീ ശശിധരൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? നമസ്കാരം സഖാവ് കിരണേ. നമസ്കാരം. സഖാവ് കിരൺ എന്ന് വിളിക്കേണ്ടി വരും. നിങ്ങൾ അങ്ങനെ വിളിക്കുന്നതിന് പ്രത്യേകിച്ച് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. താങ്കൾക്ക് എങ്ങനെ വേണേലും വിളിക്കാം. അല്ലല്ല, ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ. ഈ സംഭവത്തിന്റെ ഇപ്പോഴത്തെ ഈ അടുത്ത ദിവസത്തെ തുടക്കം എവിടുന്നായിരുന്നു? കളമശ്ശേരി പോളിടെക്നിക്കിൽ ഇന്നത്തെ വാർത്ത ആയിരുന്നല്ലോ. അതെ, തുടക്കം അതായിരുന്നു. അവിടെ എന്താ സംഭവിച്ചത്? അത് തുടക്കമല്ല. അല്ലല്ല, ഞാൻ പറഞ്ഞു ഇങ്ങോട്ട് കയറി പറഞ്ഞു. അങ്ങനെ അത് തുടക്കമാണെന്ന് താങ്കൾ പറഞ്ഞ പിന്നെ അങ്ങനെ അത് അംഗീകരിക്കുക. തുടക്കമല്ല, അത് ഏറ്റവും അവസാനത്തെ സംഭവം. ഇങ്ങോട്ട് പറയാതെ ഞാനൊന്ന് പറഞ്ഞ കേൾക്കാൻ സന്മനസ് കാണിക്കും. കേൾക്കാൻ ഒരു തെറ്റ് പറഞ്ഞു തുടങ്ങിയാൽ എങ്ങനെയാണ് ഞാനത് കേൾക്കാൻ സന്മനസ് കാണിക്കുന്നത്? തുടക്കമല്ല, അത് ഏറ്റവും അവസാനത്തെ സംഭവമാണ്. കളമശ്ശേരിയല്ലേ?
ഇപ്പൊ തുടങ്ങിയ കളമശ്ശേരി അല്ലേ? ഇപ്പൊ തുടങ്ങിയ കളമശ്ശേരി അല്ല. കളമശ്ശേരി എത്ര ഇന്ന് കഴിഞ്ഞ ഈ ദിവസം വന്ന വാർത്ത, ഇതിനു മുമ്പ് ഓരോ ദിവസങ്ങളിലും ഇതുപോലെ എത്ര ക്യാമ്പസുകളിൽ നിന്ന് വാർത്ത വരുന്നു. കളമശ്ശേരി പ്രശ്നമാണ്. അത് ഇപ്പൊ തുടങ്ങിയതല്ല ശ്രീ ശശിധരൻ, അത് ഏറ്റവും അവസാനം വന്ന വാർത്ത. ഇതിനു മുമ്പ് എത്രയോ വാർത്തകൾ വന്നു. അതെ, അതിനു മുമ്പ് വന്നു. പക്ഷേ ഇപ്പൊ ഒരു സ്ഫോടനാത്മകമായ രീതി വന്നത് 2 കിലോ ചില്ലറ കഞ്ചാവ് അതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഹോസ്റ്റലിൽ നിന്ന് പിടിച്ചതാണ് ആദ്യം വന്നത്. ആദ്യം വന്നതല്ല എന്ന് ഇപ്പോഴും ആവർത്തിച്ച് പറയട്ടെ. അത് ഈ ഇത്തരം എത്രയോ സംഭവ പരമ്പരകളുടെ അവസാനം വന്ന ഏറ്റവും പുതിയതായി വന്നത് എന്ന് പറയാം. അവസാനം എന്നല്ല, ഏറ്റവും പുതുതായി വന്നത്. പ്രാധാന്യം ഉണ്ടാകാൻ കാര്യമുണ്ട്. അവിടെ ഓൺ ദ സ്പോട്ടിൽ പിടിച്ചു 2 പേരെ പിടിച്ചില്ലേ? അതെ, അതുകൊണ്ടാണല്ലോ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ആ 2 പേരെ സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടു. SFI അനുഭാവി അല്ലെങ്കിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടുമോ? വിടുകയില്ല. വേറെ ഏത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഒരു പ്രവർത്തകനെ പിടിച്ചോണ്ട് പോയാലും വിടുകയിലായിരുന്നു. അവനിപ്പോ അകത്ത് കിടന്നേനെ. അതാണ് ഇവിടുത്തെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയമാണ് ഇവിടുന്ന് മാറ്റേണ്ടത്. ശ്രീ ശശിധരൻ, താങ്കളിലേക്ക് മടങ്ങി വരാം. ഈ SFI നേതാക്കൾ ഈ വിഷയത്തിൽ തന്നെ വിശദീകരണവുമായി മാധ്യമങ്ങളെ കാണും. കേരളത്തിലെ 3 മന്ത്രിമാർ കഴിഞ്ഞ 2 ദിവസങ്ങളിലായി പ്രതികരിച്ചു. ഒന്ന് സഖാവ് പി രാജീവ്, മുഹമ്മദ് റിയാസ്, MP രാജേഷ്. ഇതിനൊരു കൂട്ടായ പരിശ്രമത്തിൽ മറികടക്കേണ്ടതും ഇതൊരു സാമൂഹ്യ വിപത്താണെന്നും കൃത്യമായി അഭിസംബോധന ചെയ്തു. അവർ ഒരു ഘട്ടത്തിലും ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടനയുടെ മുഖത്തേക്ക് കരിവാരി തേച്ച് അതിനെ ഒരു പ്രശ്നമാക്കി ഉയർത്തി കാണിക്കാൻ ശ്രമിച്ചിട്ടില്ല. യഥാർത്ഥ വിഷയത്തിൽ നിന്നുകൊണ്ട് കാര്യം പറഞ്ഞു. ഇവിടെ യഥാർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയുള്ള വാദപ്രതിവാദങ്ങൾക്കാണ് പോകുന്നതെങ്കിൽ യഥാർത്ഥത്തിൽ 3 KSU നേതാക്കന്മാർ ഇപ്പോൾ ജയിലിലാണ്. 3 KSU നേതാക്കന്മാർ. അതിനെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിയിട്ടില്ലല്ലോ. 3 KSU നേതാക്കന്മാർ ജയിലിലായിട്ടും ഒരക്ഷരം മിണ്ടിയിട്ടില്ല. കേരളത്തിൽ തെറ്റായ ചർച്ച സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. എന്നാൽ ആ ഘട്ടത്തിലും ഈ മന്ത്രിമാരെന്തു പറഞ്ഞു? കൂട്ടായ പരിശ്രമത്തിൽ ഇതിനെ മറികടക്കാൻ കഴിയണം, ഇതൊരു സാമൂഹ്യ വിപത്താണ്. ഞങ്ങളും ആദ്യഘട്ടത്തിൽ തന്നെ കൃത്യമായി പറഞ്ഞു. എന്നാൽ ഇതിനെയൊക്കെ മറികടന്നുകൊണ്ടും ഇത് തിരിച്ചറിഞ്ഞാണ് മാധ്യമങ്ങൾ ഇടപെടുന്നത് ഞങ്ങൾക്ക് ധാരണയുണ്ട്. ഇനി KSU എന്ന് പറഞ്ഞാൽ ശരിയാവില്ല എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഇന്നിപ്പോൾ അറസ്റ്റിലായിരിക്കുന്നവർ മുൻ വിദ്യാർത്ഥികളുമാണ് എന്ന് കൃത്യമായി എഴുതി ചേർത്തത്. നിങ്ങളോടൊക്കെ ഞങ്ങൾക്കുള്ള അങ്ങേയറ്റ പ്രതിഷേധം എന്നുള്ളത് VD സതീശൻ പറയുന്നതെല്ലാം കേട്ട് അതുപോലെ തിരികെ വരേണ്ടി വന്നവരായി തീർന്നല്ലോ കേരളത്തിലെ മാധ്യമങ്ങൾ എന്നുള്ളതാണ്. ഒരു ചോദ്യം ചോദിക്കാൻ പോലും നിങ്ങൾ തയ്യാറായിട്ടില്ല. ഒരു ചോദ്യം അങ്ങോട്ട് ചോദിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. ചോദ്യം ചോദിച്ചവരെ നിശബ്ദരാക്കുന്ന ആ പ്രവണതയെ നിങ്ങൾക്ക് ഒരിക്കലും ചെറുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങൾ പോറ്റി വളർത്തിയ ശരി, ശ്രീ SFIക്കാരുടെ വിശദീകരണമാണ്. അവരുടെ വാർത്താ സമ്മേളനം തുടങ്ങിയതേ ഉള്ളൂ. ഇനി അവരുടെ കാര്യത്തിലേക്ക് കടന്നു വരുമ്പോഴേ കുറെ കൂടി സമയം എടുക്കുമെന്ന് തോന്നുന്നു. ശ്രീ ശശിധരൻ, താങ്കൾക്ക് തുടരാം. ഇപ്പൊ ഈ നേതാക്കന്മാവ് പറഞ്ഞതിന് എനിക്കൊരു ഒറ്റ ചോദ്യമേ ഉള്ളൂ. ഞാൻ ചോദിച്ച ചോദ്യത്തിന് ഒരു മറുപടി ഇവർക്ക് പറയാൻ പറ്റുമോ? എന്താണ് താങ്കളുടെ ചോദ്യം? സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടത് കളമശ്ശേരി ഹോസ്റ്റലിൽ നിന്ന് പിടിച്ചവരെ സ്റ്റേഷൻ എനിക്കതിനെ കൃത്യമായി അറിയില്ല. സ്റ്റേഷൻ ജാമ്യത്തിൽ വിളിക്കാനുള്ള അളവിലാണ് കേസെങ്കിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ വിടാം, അല്ലെങ്കിൽ വിട്ടുകൂടാ. അത് ചെയ്തി തെറ്റുകളെ കുറിച്ച് നോക്കണം. കേട്ടില്ല. സ്റ്റോക്ക് ചെയ്ത് വെക്കാവാ? കേട്ടില്ല. 2 കിലോ കഞ്ചാവ് സ്റ്റോക്ക് ചെയ്ത് വെക്കാം. 2 കിലോ കഞ്ചാവ് സ്റ്റോക്ക് ചെയ്ത് വെക്കാൻ കഴിയില്ല. അതിനാണല്ലോ പിടിച്ചത്. അതാ ഞാൻ പറഞ്ഞതല്ലേ, അതിനെ കുറിച്ച് കൃത്യമായി എനിക്കറിയില്ല. കൃത്യമായി അറിയാമെങ്കിൽ പറയാം. 10 ഗ്രാമാണേലും പിടിച്ചാല് ജാമ്യത്തിൽ വിടാൻ വകുപ്പില്ല. ആര് പറഞ്ഞുണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ അതിനകത്ത് എനിക്ക് കൃത്യമായി അത് തിരക്കിയതിനു ശേഷം വേണമെങ്കിൽ കൃത്യമായി പറയാം. അത് SFIയുടെ ആൾക്കാരായോണ്ടാ വിട്ടെന്ന് ഞാൻ പറഞ്ഞോളൂ. ഞാൻ വേറെ പറഞ്ഞു. ശരി, ഓക്കെ. ഇതൊരു KSUവിന്റെ MSFന്റെ AESFന്റെ ആണെങ്കിൽ പോലും ഇവര് പിടിക്കല. ഇവര് പിടിച്ചകത്തിടും. അതാണ് ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥ. CITA ഉള്ളു ഇവിടെ തൊഴിലാളി വർഗത്തിൽ, SFI ഉള്ളു വിദ്യാർത്ഥി സംഘടനയില്, CPM ഉള്ള ഒരു രാഷ്ട്രീയ പാർട്ടി. പിന്നെ എല്ലാവർക്കും ആ ഒരു ചെങ്കോടിയുടെ താഴെ മാത്രമേ ഉള്ളൂ. അതാണ് അന്യായം എന്ന് പറയുന്നത്. എല്ലാവരെയും തുല്യരായി കാണുക, എന്നിട്ട് ശക്തമായ നടപടിയെടുക്കുക. അതില്ലാത്തതിന്റെ കുഴപ്പമാണ്. ഇതൊരു കാലത്തും സംരക്ഷിക്കാനാകാത്തോളം കാലം ഇത് ലോകാവസാനം വരെ ഉണ്ടാകും. ഒരു തർക്കവും. ശരി, ഓക്കെ. ശ്രീ ശശിധരനാണ് പ്രതികരിച്ചത്. ശ്രീ ഷാജിയാണ് കൊല്ലത്തുനിന്ന്. ശ്രീ ഷാജി, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? നമസ്കാരം. നമസ്കാരം. ഹലോ, നമസ്കാരം, പറഞ്ഞോളൂ. ഓക്കെ. അല്ല, ഇത് വളരെ വേദന ഉണ്ടാക്കുന്ന, ഒരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമാണ്. കാര്യം നമ്മളൊക്കെ ഒരു കാലഘട്ടങ്ങളിൽ വിദ്യാർത്ഥികളായിരുന്നു. പിന്നെ നമ്മളൊക്കെ മക്കളും ഒക്കെ വളരെ പഠിക്കുന്നതുകൊണ്ട്, പഠിച്ചു കഴിഞ്ഞതുകൊണ്ട്, പഠിച്ചുകൊണ്ടിരിക്കുന്നതുണ്ട്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ ഇതൊക്കെ വളരെ ആശങ്ക ജനിപ്പിക്കുന്നതാണ്. 1 ഗ്രാം ആയാലും 1 മില്ലി ആയാലും കിലോ ആണെങ്കിലും അത് പിന്നെ കുറ്റകരം തന്നെയാണ്. പക്ഷേ ഇതിനകത്തുനിന്ന് രാഷ്ട്രീയം കലർത്തരുതെന്ന് പറയുമ്പോൾ എല്ലാവരും വന്ന് രാഷ്ട്രീയം തന്നെ പറയുന്നത് വളരെ വിഷമമുണ്ട്. കാരണം ഇത് ആദ്യമേ തന്നെ ഇത് പിടിച്ചപ്പോഴത്തേക്ക് പിന്നെ നമ്മുടെ മാധ്യമങ്ങള്
ഉൾപ്പെടെ പറഞ്ഞ SFIക്കാരനെ പിടിച്ചു. 9.9 ഗ്രാമാണോ 9 ഗ്രാമാണോന്ന് എനിക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് തിരുത്താം. എന്റെ മാധ്യമത്തിലൂടെ അറിഞ്ഞുള്ള അറിവാണ് എനിക്കതുള്ളത് പിടിക്കപ്പെട്ടത്. പക്ഷെ അത് SFIക്കാരനെ പിടിച്ചെന്നുള്ളതായിരുന്നു. അപ്പോഴത്തേക്ക് സുധാകരനും VD സതീശനും ഒക്കെ നടത്തിയ പത്രപ്രസ്ഥാനങ്ങളൊക്കെ നമ്മൾ കണ്ടു. എന്നാൽ അതിനുശേഷം 2 കിലോ പിടിച്ചെന്ന് പറയുന്നത് KSUക്കാരന്റെ ആണെന്ന് ആ പിടിക്കപ്പെട്ടവനും അവന്റെ കൂടെ ഉള്ള ആളും വന്ന് പറയുന്നത് ഞങ്ങൾ KSUക്കാരന്മാരാണ് എന്നൊക്കെ പറയുന്നു. എങ്കിൽ പോലും അത് KSUക്കാരാണെന്ന് പറയാൻ മുഖ്യധാരാ മാധ്യമങ്ങൾ പലതും തയ്യാറായിട്ടില്ല. വളരെ അറച്ചറച്ചൊക്കെ പറയേണ്ടി വന്നു. അതൊക്കെ വളരെ വേദനയുണ്ട്. പിന്നെ അങ്ങനെയല്ല, അതിനകത്ത് കാര്യത്തിൽ മറ്റേ വിഷയത്തിൽ കൃത്യമായ യൂണിയൻ ഭാരവാഹികളായിരുന്നു, SFI ഭാരവാഹികളായിരുന്നു. കൃത്യമായ തെളിവുകൾ ആ വിഷയത്തിൽ വന്നതിന് ശേഷമാണ് അക്കാര്യത്തിൽ പറഞ്ഞത്. മറ്റേത് ഒരാൾ മൊഴി നൽകിയതാണ് ഇവിടെ ഇത് കൊണ്ടുവന്നത്. അതിനെ സംബന്ധിച്ച് കൂടുതൽ ക്ലാരിറ്റി വന്നാൽ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ മാധ്യമങ്ങളൊന്നും അങ്ങനെ എല്ലാ പാർട്ടിക്കാരും അത്ര ആരോപണങ്ങളൊക്കെ ഉന്നയിക്കാറുണ്ട്. അങ്ങനെ മാധ്യമങ്ങൾ KSUക്കാരൻ വന്നാലോ SFIക്കാരൻ വന്നാലോ ഒന്നും കൊടുക്കുന്നതിന് അങ്ങനെ ഞാൻ കണ്ട കാര്യം പറയാണ്. ബാക്കിയുള്ള കാര്യങ്ങൾ പിന്നെ KSUവിന്റെ പ്രസിഡന്റ് പറഞ്ഞ പ്രസ്താവനകളെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. ഞാനതൊന്നും ആവർത്തിക്കുന്നില്ല. പിന്നെ താങ്കൾക്ക് അറിയാവുന്ന പോലെ ഈ നിലവിലുള്ള നിയമപ്രകാരം എത്രത്തോളം ക്വാണ്ടിറ്റി കൈ വെച്ചിരുന്നാൽ ആണ് ശേഷം ജാമ്യമൊന്നുമല്ല. കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്ത് നിന്ന് ഇനി ഒരാളായാൽ പോലും, ഒരാളല്ല എന്നുള്ളതാണ് പ്രശ്നം, ഒരാളായാൽ പോലും അങ്ങനെ ഒരാൾ പോലും ഒരു യൂണിയൻ ഭാരവാഹി എന്നൊക്കെ പറയുമ്പോൾ അവിടെ മത്സരിച്ച് ജയിക്കാനൊക്കെ ഉള്ള നിൽക്കുന്ന ഒരാൾ ഇത്തരത്തിലേക്കൊക്കെ പോവുക എന്ന് പറഞ്ഞാൽ അത് ആ സംഘടനയിലേക്ക് ഇത്രയും കാലം തിരിച്ചറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ സംഘടനയുടെ സംസ്ഥാന നേതൃത്വം ഉത്തരവാദികളാണ്. അതിന് യാതൊരു സംശയമില്ല. അല്ല, ജാഗ്രത കുറവുണ്ട്. ജാഗ്രത കുറവല്ല, കുറ്റകരമായ അനാസ്ഥയാണ്. അത് അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഏത് സംഘടനയായാലും അത് അനാസ്ഥയാണ്. പ്രത്യേകിച്ച് SFI പോലെ സംഘടനയ്ക്ക് കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്. കൂടുതൽ ക്യാമ്പസുകൾ ഭരിക്കുന്ന സംഘടനയാണ്. അതെ, ഞാനതൊന്നും തള്ളിക്കളയുന്നില്ല. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴത്തേക്ക് ഇവിടെ വന്നിരുന്നോണ്ട് പറയുന്നവർ എന്ത് ആത്മാർത്ഥതയോടുകൂടിയാ പറയുന്നതെന്നുള്ളൊരു വിഷമം സ്വാഭാവികമായും ആളുകൾ അവരുടെ രാഷ്ട്രീയം എടുക്കില്ലേ. ആ സമയത്ത് ഇപ്പോൾ നിങ്ങളായാലും മറ്റൊരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ ഉണ്ടെങ്കിൽ നിങ്ങൾ അത് കൂടുതൽ രാഷ്ട്രീയം പറയും. അതൊക്കെ കേരളത്തിൽ ഏതെങ്കിലും ഒരു പാർട്ടി ഈ കഞ്ചാവുമായിട്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രാസലഹരിയുമായിട്ട് പിടിക്കപ്പെട്ട ഓരോരുത്തരുടെയും ലിസ്റ്റ് എടുക്കാം. അത് ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ മാത്രമേ DYFIയും എല്ലാം ആണ് ഗൂണ്ടകള്. ബാക്കിയുള്ളവരെല്ലാരും അണ്ണാക്കി കഴിട്ടാലും കടിക്കാത്തവരാണെന്നുള്ള അർത്ഥത്തിലൊക്കെ വന്ന് പ്രസ്താവന നടത്തുന്ന ഒരു പൊതുമാധ്യമത്തിലൂടെ ആളുകൾ ഈ അരിയാഹാരം കഴിക്കുന്നവരാണല്ലോ. അപ്പൊ ആ രീതിയിലൊക്കെ അല്പമൊക്കെ ഒരു സത്യാവസ്ഥയിൽ നിന്നുകൊണ്ട് ഒരു സത്യത്തിന് നിരക്കുന്ന രീതിയിൽ വർത്താനം പറയട്ടെ. രാഷ്ട്രീയം എല്ലാവർക്കും ഉണ്ട്. എനിക്ക് രാഷ്ട്രീയം, ഞാൻ എന്റെ രാഷ്ട്രീയം മറച്ചു വെച്ചിട്ടൊന്നുമല്ല വർത്താനം പറയുന്നത്. അല്ല, കൂട്ടായിട്ടുള്ള പ്രയത്നത്തിലൂടെ ഇത് മാറ്റാൻ പറ്റത്തുള്ളൂ. ഇത് രാഷ്ട്രീയം പറഞ്ഞ് പോകാനാണെങ്കിൽ അതിനെ സമയം കാണുള്ളൂ. ഇനി ഇത് നിർബാധം തുടർന്നുകൊണ്ടിരിക്കും. ശരി, ശ്രീ ഉണ്ണികൃഷ്ണനാണ് പോത്തൻകോട്. ശ്രീ ഉണ്ണികൃഷ്ണൻ, താങ്കൾക്ക് ഈ വിഷയത്തിൽ എന്താണ് പറയാനുള്ളത്? നമസ്കാരമുണ്ട്. കുറെ ദിവസമായി കിട്ടുന്നില്ലേ? ഇന്നലെ എന്റെ സുഹൃത്തുക്കളെ എന്നെ തിരക്കുകയും ചെയ്ത് ഞാൻ വീട്ടിൽ ഇരുന്ന് കേട്ട് എന്റെ പോത്തങ്കോട് ഉണ്ണികൃഷ്ണനെ കാണാനല്ലോ എന്ത് പറ്റിയെന്ന് തിരക്കണമെന്ന് പറഞ്ഞു. എന്ത് ചെയ്യാം, ആരാധകരൊക്കെ ഉണ്ട്. എന്തായാലും താങ്കളുടെ അഭിപ്രായങ്ങളെ ശ്രദ്ധിക്കുന്ന ആളുകളൊക്കെ ഉണ്ടെന്ന് മനസ്സിലായില്ല. കേടായതല്ലാതെ നമുക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, കിട്ടുന്നില്ല. ആളുകളൊക്കെ കൂടുതൽ വിളിക്കുമ്പോൾ പറ്റുന്നതാണ്. പറഞ്ഞോളൂ. മുഴുവൻ ബെല്ല് അടിച്ചിട്ട് കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല. അത് ശ്രീ ഉണ്ണികൃഷ്ണൻ മുഴുവൻ ബെല്ല് അടിച്ചിട്ട് കോൾ അറ്റൻഡ് ചെയ്യാത്തില്ല. നമ്മളൊരു 4 പേരെ വരെ ഒരേ സമയം നിർത്തും. അതിനുശേഷമുള്ള ആളുകളെ നിർത്തിക്കഴിഞ്ഞാൽ അത്രയും പേരെ ഹോൾഡ് ചെയ്യേണ്ട. ആ 4 പേരുടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഓരോരുത്തരെയായിട്ട് എടുക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ സമയത്ത് വരുന്നത് ബെല്ലടിച്ച് നിൽക്കുമ്പോൾ എടുക്കാത്തത് തന്നെയാണ്. വെച്ചാൽ 4 പേരെ കൂടുതൽ വരെ ഹോൾഡ് ചെയ്ത് നിർത്തുക ശരിയല്ലോ. എന്തായാലും നിങ്ങൾ പുതിയ മൊബൈൽ വാങ്ങി തരേണ്ടി വരും. കാര്യം ഇതിന്റെ സ്വിച്ചുകളൊക്കെ അകത്തായി പോയി. ഇപ്പൊ ടച്ച് അല്ലേ, അതുകൊണ്ട് അങ്ങനെ പ്രശ്നമാക്കണ്ട. പിന്നെ പിന്നെ എത്ര നാളോട്ട് തുടങ്ങിയത്? 1 മണിക്കൂർ ആവാൻ വേണ്ടി സമരം ചെയ്തത് ഞാനാണ്. എനിക്ക് ഒരു ദിവസം മുന്നേ എനിക്ക് വിളിക്കാൻ കിട്ടുന്നില്ല. നമ്മുടെ വിഷയത്തിലേക്ക് വന്നാല് എന്റെ മകനും ഒരു IT-ലാ പഠിക്കുന്നത്. ഇവിടെ ചാക്ക IT-ലാ പഠിക്കുന്നത് തിരുവനന്തപുരത്ത്. ഞങ്ങളൊക്കെ തീർന്നാണ് വീട്ടിൽ ഇരിക്കുന്നതെന്നുള്ളത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ. പിന്നെ എനിക്ക് അഭിമാനമായിട്ട് പറയാനുള്ള ഒരു കാരണം, ഞാൻ അവനൊരു മാതൃക കാണിച്ചു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എനിക്കൊരു സമാധാനം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഞാൻ ഒരു 10-30 കൊല്ലം നല്ല രീതിയിൽ കയറ്റിക്കൊണ്ടിരുന്ന ഒരാളാണ് മദ്യം. വേറൊന്നുമല്ല, ഞാനിപ്പോ ഒരു 4-5 വർഷമായിട്ട് ഇതെല്ലാം മതിയാക്കി അവന്റെ മുമ്പ് ഞാൻ ജീവിച്ച് കാണിച്ചു കൊടുക്കുകയാണ്. അത് അവൻ കണ്ടു വളരെയാണ്. അവൻ അന്ന് എന്റെ അടുത്ത് പെരുമാറിയതും ഇപ്പൊ എന്റെ അടുത്ത് പെരുമാറുന്നതും എനിക്കറിയാൻ പറ്റും. അതുകൊണ്ട് എനിക്കൊരു ഭയമില്ല. പക്ഷെ തീരുന്നാണ് വീട്ടില് മക്കളെ സ്കൂളിൽ ഇതുപോലെ പറഞ്ഞു വിടുന്ന അച്ഛനമ്മമാര് തീർന്നാണ് വീട്ടിലിരിക്കണം എന്നുള്ള കാര്യം ഏത് രാഷ്ട്രീയക്കാരെ, SFI ആവട്ടെ, KSUക്കാരനാവട്ടെ, ഏവനാവട്ടെ, അവനൊക്കെ മനസ്സിലാക്കുന്ന ഒന്നായിരിക്കും. ഈ പ്രസ്ഥാനങ്ങള് എന്നേക്കുമായി ഈ ക്യാമ്പസുകളിൽ നിന്ന് തുലഞ്ഞു പോകാൻ പോവുകയാണ്. കാരണം എന്ന് പറഞ്ഞാൽ എന്റെ മകൻ ഈ പറയുന്ന ഈ വിവാദമായ ഏതെങ്കിലും രാഷ്ട്രീയ കക്ഷിയിൽ ചേരണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ വിലക്കും.
ഈ കഞ്ചാവ് കച്ചവടക്കാരന്മാരെ കൊണ്ടും ഈ ഇങ്ങനെയുള്ളവന്മാരെ കൂടെ ചേരരുത് എന്ന് ഞാൻ പറയും. ഇതിന് ബദലായിട്ട് വരാൻ പോകുന്നത് ഇതിലൊന്നും പെടാത്ത ഏതെങ്കിലും ABPP പോലെ അല്ലെങ്കിൽ മറ്റുള്ള ഏതെങ്കിലും സംഘടനകൾ ക്യാമ്പസിൽ വളർന്നു വരികയും ചെയ്യും. താങ്കൾ കുറെ നേരമായിട്ട് പറയണ ഈ കേരളം മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന ഒരു സംഘടനയാണ് SFI എന്ന്. അതുകൊണ്ട് ഇവർക്ക് ഇനി നാളെ ഒരു കുപ്പിയും കൂടെ കച്ചവടം ചെയ്യാൻ പറ്റുമോ? ഇനി അങ്ങനെയല്ല, ഞാൻ താങ്കൾ പറഞ്ഞതിനെ പോസിറ്റീവായ അർത്ഥത്തിൽ എടുക്കണം. നമ്മളെ ഒരു വലിയ സംഘടന എന്ന നിലയ്ക്ക് SFIക്ക് കൂടുതൽ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അവരെ ചെയ്ത് തെറ്റാണെന്ന് തന്നെയല്ലേ ഞാൻ പറഞ്ഞത്. എവിടെയെങ്കിലും ആ പ്രവൃത്തിയെ ന്യായീകരിച്ചു? വലിയൊരു സംഘടനയാണ്. അതുകൊണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞത്. ശ്രീ ഉണ്ണികൃഷ്ണൻ അങ്ങനെ പറയരുത്. ഞാൻ എന്താണ് പറഞ്ഞത്? വലിയ സംഘടനയ്ക്ക് വലിയ ഉത്തരവാദിത്തമുണ്ട്, ചെറിയ സംഘടനയെ പോലെ അല്ല എന്നാണ് പറഞ്ഞത്. താങ്കളൊന്ന് ആലോചിച്ചോക്കണം. 18, 19 വയസ്സായ കുട്ടികൾ പഠിക്കാൻ പോയ ക്യാമ്പസിനകത്ത് നിന്ന് നിരോധനം കണ്ടെടുത്ത് യുവമാര് പഠിക്കാൻ പോയത് നിരോധിച്ചാണ് പഠിക്കാൻ പോയത്. ഉണ്ണികൃഷ്ണൻ ശ്രീ അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലൊക്കെ എല്ലാ ക്യാമ്പസുകളിലും ഇപ്പോഴൊന്നും അല്ലല്ലോ. താങ്കളൊക്കെ ഉള്ള കാലത്തും ക്യാമ്പസുകളിലൊക്കെ അത്തരം സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടൊക്കെ ഉണ്ട്. അതൊന്നും പുതിയതായ ഒരു സംഭവമൊന്നുമല്ല. ഈ കുട്ടികൾ പഠിക്കുന്ന ക്യാമ്പസിനകത്തുനിന്ന് അവർ റൂമിനകത്തുനിന്ന് നിരോധനം കണ്ടെടുത്തെന്ന് പറഞ്ഞപ്പം ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ഞെട്ടയില്ലേ? ആ ആഴ്ച ഏത് ക്യാമ്പസിലാണ് പഠിപ്പിക്കുന്നത്? ഒന്ന് ചോദിച്ചാണ് ശ്രീ ഉണ്ണികൃഷ്ണൻ, ഇതൊക്കെ എല്ലാ കാലത്തും ക്യാമ്പസുകളിൽ ഇത്തരം തെറ്റായ പ്രവണതകളുണ്ട്. അതിനെ തിരുത്തിയാണ് മുന്നോട്ട് പോകേണ്ടത്. അതിന് ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്തമുള്ളത് വിദ്യാർത്ഥി സംഘടനകൾക്കാണ്. ആ വിഷയം പഠിപ്പിക്കുന്നത് ജോലി സാറേ, എന്റെ പൊന്നു സാറേ, നിങ്ങൾ ചോദി ആ വിഷയം പഠിപ്പിക്കുന്ന സാറിന്റെ പേരെന്തിന്? ശരി ശ്രീ ഉണ്ണികൃഷ്ണൻ, ഇതൊന്നും ഒരു പുതിയതായ ഒരു കാര്യം മാത്രമല്ല. തെറ്റുകൾ എല്ലാ കാലത്തും ഉണ്ട്. ആ കാലൊക്കെ തിരുത്തിയാണ് മുന്നോട്ട് പോകേണ്ടത്. അതിന്റെ പൈസ രക്ഷകർത്താക്കൾ കൊടുത്തുവന്നോ? ശരി, ഓക്കെ. ശ്രീ ജോസഫാണ് തൃശ്ശൂരിൽ നിന്നും. ശ്രീ ജോസഫ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഈ വിദ്യാർത്ഥി സംഘടനകൾ എപ്പോഴും ക്യാമ്പസുകൾക്ക് മാതൃകയായി നിൽക്കേണ്ടവരാണ്. അവരുടെ ഭാഗത്തു നിന്ന് വരുന്ന തെറ്റിന് മറ്റു വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്ന് വരുന്ന തെറ്റേക്കാൾ കൂടുതൽ യഥാർത്ഥത്തിൽ ഉത്തരവാദിത്തമുണ്ട്, അല്ലെങ്കിൽ വലിയ തെറ്റായി കാണേണ്ടി തന്നെ വരും. അതിനെങ്ങനെയാണ് താങ്കൾ കാണുന്നത്? ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടല്ലോ? കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. നമസ്കാരം. താങ്കൾ ഒരു മാതിരി 100% ജസ്റ്റിസ് കാണിക്കുന്ന ആളാണ് എല്ലാ വിഭാഗക്കാരോടും, സ്പെഷ്യൽ ചെയ്യുന്ന ആളാണ്. അതിനെ ആദ്യം അഭിനന്ദിക്കുന്നു. പിന്നെ നമ്മളൊരു ക്രോസ് സെക്ഷൻ നമ്മളിതിൽ പങ്കെടുക്കുന്ന ആൾക്കാർ ക്രോസ് സെക്ഷൻ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കാലത്തും കേരളത്തിൽ CPM അധികാരത്തിൽ വരില്ലെന്ന് തോന്നുന്നു. സത്യത്തിൽ അങ്ങനെയല്ലേ സംഭവിക്കുന്നത്. പിന്നെ വല്ലാണ്ട് കുടുക്കുന്ന ആൾക്കാരുണ്ട്. ചൊവ്വയില് മഴ പെയ്താലും അതിന് കാരണം പിണറായി വിജയൻ മുട്ടിക്കുന്ന ആൾക്കാരുണ്ട്. അത് അവരുടെ സൂക്കേടാണ്. പിന്നെ നിങ്ങൾ നോക്കൂ, കേരളത്തിലെ കലാലയ രാഷ്ട്രീയ കൊലപാതകങ്ങൾ 36 സഭക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. മറുപടി അത്രയുണ്ട്. ഞാൻ പറയുന്നത് നോക്കണ്ട, നിങ്ങൾ പറയുന്നത് നോക്കണ്ട. റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് വെച്ച് ചോദിക്കേണ്ടവര് കേരളത്തിൽ കൊല്ലപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങൾ രാഷ്ട്രീയ കൊലപാതകത്തിന്റെ വിഷയമല്ല ശ്രീ ജോസഫ് സംസാരിക്കുന്നത്, ലഹരിയുടെ വിഷയമാണ്. താങ്കൾ അതിൽ ഞാൻ CPM അല്ല, അതൊക്കെ സ്വാഭാവികമായിട്ടും CPM തിരിച്ച് CPM-കാരും അവർക്ക് അനുകൂലമായ വിഷയം പിന്നെ പോട്ടെ, അത് എല്ലാവരും അങ്ങനെയൊക്കെ ചെയ്യും. ഞാൻ പറയുന്ന CPM-ന്റെ മെക്കറ്റിക്ക് കുമരക്കച്ചവടം കയറുന്ന ഒരു പരിപാടി സ്ഥിരം കുറച്ച് നാളുകളില്ല. വൺ ഫാദർ സിൻഡ്രോമുള്ള കഴിഞ്ഞാൽ ആളുകളെ പേരും പറയുന്നില്ല, അഭിപ്രായം പറയുന്നില്ല. എന്നും കേൾക്കാതെ ഈ CPM മെക്കറ്റ് കയറുന്നത് ഉറക്കമല്ലാത്ത ആൾക്കാരുടെ ഇതിൽ വരുന്നു പങ്കെടുക്കുന്നത്. എന്ത് കാരണം പറഞ്ഞാലും ആഫ്രിക്കയില് കടവ് ഓടിയാൽ ഇവിടെ CPM-നായിരിക്കും കുറ്റം, അല്ലെങ്കിൽ പിണറായി വിജയൻ പ്രത്യേകിച്ച്. അതാണ്. പിന്നെ ക്രോസ് സെക്ഷൻ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഇത് വരുന്ന ആൾക്കാർ വോട്ട് ചെയ്യുന്നതാണെങ്കിൽ പോലെയാണെങ്കിൽ കേരളത്തിൽ ഒരിക്കലും CPM അധികാരത്തിൽ വരില്ല. അങ്ങനെയല്ല ശ്രീ ജോസഫ്. CPM-ന് അനുകൂലമായി സംസാരിക്കുന്നവരും നിരവധി പേരുണ്ട്, അല്ലാതെ രാഷ്ട്രീയമില്ലാതെ സംസാരിക്കുന്നവരുണ്ട്, CPM-നെതിരായി സംസാരിക്കുന്നവരൊക്കെ ഉണ്ട്. താങ്കൾക്ക് തൊട്ട് മുമ്പും വേറെ ആളുകളൊക്കെ വളരെ വീറോടുകൂടി അത്തരം കാര്യങ്ങളൊക്കെ സംസാരിച്ച് കേട്ടില്ലേ താങ്കൾ? ഏതായാലും കേരളത്തില് SFIക്കാർ വേദിയായിട്ട് KSU ABP മതി കയറും ഉറപ്പാണ്. ഞാൻ തന്നെ കേരള കോളേജിൽ പഠിക്കുന്ന കാലത്ത് തൃശ്ശൂർ മാത്രം 3 SFIക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. പിറ്റത്തെ കൊല്ലം 4ാമത്തെ കൊല്ലം. ശരി ശ്രീ ജോസഫ്, എന്തായാലും താങ്കൾ അതല്ല നമ്മുടെ വിഷയം എന്നുള്ളതുകൊണ്ട് തന്നെ സൈമൺ ബ്രിട്ടാസിനെ അറിയാലോ? സൈമൺ ബ്രിട്ടാസ് ശരി, ഓക്കെ. നമുക്ക് മറ്റ് ചില യൂട്യൂബിന്റെ കമന്റുകളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. വിദ്യാർത്ഥി സംഘടനയിൽ രാഷ്ട്രീയം ഉണ്ടാവരുത്, സംഘടന വിദ്യാർത്ഥികൾക്ക് വേണ്ടി നല്ല കാര്യങ്ങളാണ് ചെയ്യേണ്ടത്, വിദ്യാർത്ഥികളുടെ ഉന്നമനത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ചെയ്യേണ്ടതെന്ന് സുനിമോൾ പറയുന്നു. ശ്രീമതി സുനിമോൾ, വിദ്യാർത്ഥി സംഘടനയിൽ രാഷ്ട്രീയം ഉണ്ടാവരുത് എന്നല്ല, വിദ്യാർത്ഥി സംഘടനയിൽ രാഷ്ട്രീയം ഉണ്ടാവണം എന്നാണ്. വിദ്യാർത്ഥികൾക്ക് എപ്പോഴും രാഷ്ട്രീയമാണ്. അവർ ഈ രാജ്യത്തിൻ്റെ ഭാഗമാണ്. രാജ്യത്തിൻ്റെ വിധി നിർണ്ണയിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾ കൂടിയാണ്. ജനാധിപത്യത്തിൽ രാഷ്ട്രീയ പാർട്ടികളാണ് മത്സരിക്കുന്നത്. അവർക്ക് രാഷ്ട്രീയമാകുന്നതിന് ഏതെങ്കിലും തരത്തിൽ തെറ്റുണ്ട് എന്നുള്ളത് തോന്നുന്നില്ല. അങ്ങനെ രാഷ്ട്രീയമുള്ള വിദ്യാർത്ഥി സംഘടനകൾ തന്നെ പ്രവർത്തിച്ച് ഏത് രാഷ്ട്രീയമാണ് ശരി എന്നറിഞ്ഞ് പ്രവർത്തിച്ച് വരുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത്. അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളെ നേർവഴിക്ക് നടത്തേണ്ട സംഘടനകൾ തന്നെയാണ് വിദ്യാർത്ഥികളുടെ ലഹരി ഉപയോഗത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് ഗോപകുമാർ പറയുന്നു. ലഹരി ഉപയോഗത്തിൻ്റെ വിഷയത്തിൽ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്ന് അവർക്ക് തെറ്റുണ്ടായിട്ടുണ്ട് എന്നത് വ്യക്തമാണ്. പിന്നെ സുനിൽകുമാർ പറയുന്നു, ജയകുമാറിയേട്ട സമ്മതിച്ചു തരില്ല, 80% SFI തന്നെ എന്ന് പറയുന്നു. എന്താണെന്നറിയില്ല, 80% വിദ്യാർത്ഥികളുടെ SFI എന്നാണോ അതോ ലഹരി കച്ചവടം നടത്തിയതിനകത്ത് അങ്ങനെ പറഞ്ഞാണോ എന്നറിയില്ല. മറ്റൊരാൾ ഷാജി ഭാസ്കരൻ, ജയകുമാറെ അണ്ണാക്കിൽ കയറ്റാലും കടിക്കാത്ത ശുദ്ധന്മാർ അല്പമെങ്കിൽ സത്യത്തിന് നിരക്കെന്ന് പറയണം
എന്ന് പറയുന്നത് ഒരു പാർട്ടിക്കാർ മാത്രമാണ് എന്ന് പറഞ്ഞതിനുള്ള മറുപടിയാണ് എന്ന് തോന്നുന്നു. പ്രിയ വിദ്യാർത്ഥികളെ, നിങ്ങൾ ഇപ്പോൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുക. എൻ്റെ കേരളം സുന്ദര കേരളമെന്ന് ജോസഫ് KM പറയുന്നു. അദ്ദേഹം ഒരു സറ്റേറിക്കലായി വിദ്യാർത്ഥികളെ കൂടി അവർക്ക് തെറ്റ് തിരിച്ചറിയാൻ കൂടി പറഞ്ഞാണെന്ന് തരുന്നു. തെറ്റെന്ന് പറയാനുള്ള ആർജവമില്ലാത്ത ഏക പാർട്ടി എന്ന് പറയുന്നു. അത് ഏത് പാർട്ടിയാണ് ഉദ്ദേശിച്ചത് എന്ന് അറിയുന്നില്ല. ക്യാമ്പസിൽ ലഹരി വ്യാപനം ഉണ്ടായതിൻ്റെ ഉത്തരവാദി 100% സർക്കാർ തന്നെ. മയക്കുമരുന്ന് വിൽപ്പന ഉപയോഗം അറിഞ്ഞിട്ട് സർക്കാർ ഒരു ചെറുവിരൽ പോലും അനക്കുന്നില്ല എന്ന് പറയുന്നു. തീർച്ചയായും ശ്രീ ഗോപകുമാർ, സർക്കാരിന് ഉത്തരവാദിത്തമുണ്ട്. അത് ഏത് സർക്കാരായാലും ക്യാമ്പസുകളിൽ ലഹരി വ്യാപിക്കുന്നുവെങ്കിൽ അതിൻ്റെ ഒന്നാമത്തെ ഉത്തരവാദി സർക്കാർ തന്നെയാണ്. സർക്കാരിൻ്റെ സംവിധാനങ്ങൾക്ക് ഇത് തടയാൻ കഴിയുന്നില്ലെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്തം എടുക്കേണ്ടത് സർക്കാർ തന്നെയാണ്. അതിൻ്റെ വീഴ്ച തന്നെയാണ്, അതിന് യാതൊരു സംശയവുമില്ല. ലഹരി ഉപയോഗം വ്യാപിച്ചതിന് ശേഷമാണ് സർക്കാർ ഇടപെടുന്നതെന്ന് സുനിമോൾ പറയുന്നു. അത് ശരിയാണ്, സർക്കാരിൻ്റെ ഇടപെടൽ കൂടുതൽ ശക്തമായി നടത്തേണ്ടതുണ്ട്. പത്രസമ്മേളനം നടത്തുന്ന SFIക്കാരുടെ ഒരു സ്പിരിറ്റ് കണ്ടോ എന്ന് ജോസഫ് KM ചോദിക്കുന്നു. കിരൺ, ഇന്ന് ഈ വിഷയം കൊണ്ടുവന്നത് സർക്കാരിന് വേണ്ടിയും വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് വേണ്ടിയാണെന്ന് ജയകുമാർ പറയുന്നു. വിഷയം കൊണ്ടുവന്നത് എങ്ങനെയാണ് സർക്കാരിന് വേണ്ടിയാവുന്നതെന്ന് ജയകുമാറെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് സർക്കാരിനെ എതിരായി വരുന്നൊരു വിഷയം ഞങ്ങളിവിടെ ചർച്ച ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് സർക്കാരിന് വേണ്ടിയാണെന്ന് പറയുന്നത്? നമ്മൾ യാഥാർത്ഥ്യത്തോടു കൂടി നിന്ന് ഏത് അഭിപ്രായം പറഞ്ഞാലും അതിനെയൊക്കെ അംഗീകരിക്കും. യാഥാർത്ഥ്യമില്ലാത്ത അഭിപ്രായങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായും അതിനെതിരായും അഭിപ്രായങ്ങൾ പറയേണ്ടി വരും. ഷാജി കൊല്ലത്തിന് വിഷമം കണ്ടോ എന്ന് ജോസഫ് പറയുന്നു. സർക്കാർ തെറ്റുകൾ ചെയ്യുന്നവരെ സംരക്ഷിക്കുന്നുണ്ടെന്ന് പറയുന്നു. മറ്റ് ചില അഭിപ്രായങ്ങൾ കൂടി വന്നിട്ടുണ്ട്. ഗുജറാത്തിലെ ഇന്നലെ 3 കോടി രൂപയുടെ മയക്കുമരുന്ന് പിടിച്ചു എന്ന് ദിലീപ് കുമാർ പറയുന്നു. മറ്റൊന്ന്, വീണ്ടും ഇവർ തന്നെയുള്ള തർക്കങ്ങളൊക്കെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഗോപകുമാറും ജയകുമാറും ഷാജി ഭാസ്കറും തമ്മിലുള്ള തർക്കങ്ങളും ഒക്കെ അതിനകത്ത് വ്യാപകമായി എന്തായാലും നടക്കുന്നുണ്ട്. ശ്രീ രവീന്ദ്രനാണ് കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും. ശ്രീ രവീന്ദ്രൻ, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകൾ മാതൃകയാവേണ്ടവർ, അവരുടെ ഭാഗത്തു നിന്ന് വീഴ്ച ഉണ്ടാകുമ്പോൾ അവർ വലിയ തിരുത്തലുകൾ വരുത്തേണ്ടേ? നമസ്കാരം കിരൺ. നമസ്കാരം. ഇത് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇവിടുത്തെ അച്ഛനമ്മമാരോട് രക്ഷകർത്താക്കളോടും ഒക്കെയാണ് എനിക്ക് പറയാനുള്ളത്. എന്ന് വെച്ചാൽ, നമ്മളിപ്പം ഞാൻ പറയുന്നോ കിരൺ പറയുന്നോ ഇവിടുത്തെ 89 ആളുകാരുണ്ട്. ഇവരൊന്നും പറയുന്ന ആരും വിശ്വസിക്കേണ്ട. പാർട്ടിക്കാർ ഒരു 3 പാർട്ടിക്കാരും പറയുന്നത് വിശ്വസിക്കേണ്ട. ഇവർ ചെയ്യേണ്ടത് എന്നു വെച്ചാൽ സ്വയം ചിന്തിക്കുക. മാറി മാറിയുള്ള ചാനലെല്ലാം കണ്ടിട്ട് ഇതിന്റെ സത്യാവസ്ഥ, ഇതിനകത്ത് നിന്ന് സത്യം തെരഞ്ഞെടുത്തിട്ട് ആ സത്യത്തിൽ നിങ്ങൾ അടിയോർത്ത് 15 മാസങ്ങളും കഴിയുമ്പോൾ ഒരു തെരഞ്ഞെടുപ്പുണ്ട്. ആ തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ നിങ്ങളുടെ വിനിയോഗം രേഖപ്പെടുത്തണം. അതാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. കാരണം എന്താ വെച്ചാൽ, നമ്മളിപ്പോൾ അല്ലാതെ നമ്മളെ കൊണ്ട് നിർത്താൻ പറ്റില്ല. ഇപ്പൊ എവിടെയെങ്കിലും വെച്ച് ആരെങ്കിലും ട്രക്ക് അടിക്കുന്നതായിട്ട് നമ്മൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, ചിലപ്പോൾ നമ്മുടെ കയ്യും കാലും കാണില്ല. അതുപോലെ ഇപ്പം സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പം മദ്യവുമായ മയക്കൂരും തന്നെയല്ല, കള്ളായി, നിരോധമായി, അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൂടിക്കൂടി വരുവാണ്. അതുകൊണ്ട് ഇപ്പൊ ഇനിയിപ്പോ നമുക്ക് അവിടുത്തെ ആ സാറിന് വേണ്ടി, അവിടുത്തെ പ്രിൻസിപ്പാളിന്റെ ആയുസ് ആരോഗ്യത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് അറിയാൻ പറ്റിയാൽ ഇനി അതേപോലെയുള്ള ഒരു നല്ല ചങ്കുറ്റമുള്ള ഒരു പ്രിൻസിപ്പാൾ ആയതുകൊണ്ടാണ് ഇതിപ്പോ സംഭവം പിടിക്കാനും പുറത്തു വരാനൊക്കെ കാരണം. അതുപോലെ അന്വേഷിക്കാൻ പോയ ഒരു വീഡിയോ ഈ പകർത്തി നല്ല ക്ലിയർ ആയിട്ട് അവർക്ക് അവരുടെ മുഖത്ത് വരാതിരിക്കാൻ വേണ്ടി എല്ലാം ക്ലിയർ ആയിട്ട് ചെയ്തിട്ട് അവർക്ക് വിശ്വാസമുള്ള ഒരു ചാനലിനെ കൊടുക്കുക. ആ ചാനലിന് കൊടുത്തിട്ട് ആ ചാനൽ ആദ്യമായിട്ട് പുറത്തു കൊടുക്കും. അപ്പം ഇതൊക്കെ കണ്ട് മനസ്സിലാക്കി നിങ്ങൾ ഉചിതമായിട്ട് തീരുമാനം എടുക്കുവാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരു പാർട്ടിയും കുറ്റം പറയുന്നില്ല, ആരും കുറ്റം പറയുന്നില്ല. കാരണം എല്ലാം നല്ല പാർട്ടിയാണ്. ഒരു പാർട്ടി ഇവിടെ മോശമല്ല, നല്ല പാർട്ടിയാണ്. അപ്പൊ ഇതെന്നാന്ന് വെച്ചാൽ, രക്ഷകർത്താക്കൾ ഇനി വരുന്ന ഇലക്ഷനിൽ കൂടെ ബോധവാന്മാരായിക്കൊണ്ട് നിങ്ങൾ സ്വന്തം തീരുമാനിക്കുക. ഇതാരാ ഇതിനകത്ത് കൂടുതൽ, ആരാ കുറവ്, ഇതാരുടെ ഭാഗത്താ തെറ്റത്. ഒരു ആൾക്കാരുടെ എന്റെയോ ചാനലുകാരുടെയോ ആരുടെയും ഇത് പോയിട്ടുണ്ട്. അല്ല, പാതിരെ പട്ടിയാക്കാനും പട്ടിയെ പട്ടിയാക്കാനും കാക്കയെ മരത്തിപ്പറക്കാനും കഴിവുള്ള ചാനലുകാരും ഇവിടുത്തെ വിദ്യാർത്ഥി സംഘടനയൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ മാറ്റി വന്നു കൂട്ടിക്കും. അപ്പം നിങ്ങൾ ശ്രീ ബിനോയ് ആണ് കൊല്ലത്തുനിന്ന്. ശ്രീ ബിനോയ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? നമസ്കാരം കിരൺ. ആദ്യം കിരൺ ഈ വിഷയം ന്യൂസ് 18 എടുത്തതിൽ അഭിനന്ദനം അറിയിക്കുന്നു. സമകാലിക വിഷയങ്ങൾ ഇത് കണക്ക് ചർച്ച ചെയ്യണം. അതിൽ രാഷ്ട്രീയമൊന്നുമില്ല കിരൺ. ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ഒരു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന ആളാണ്. ഞാൻ പറയുന്നത്, സ്കൂളുകളിലും കലാലയങ്ങളിലും രാഷ്ട്രീയത്തിന്റെ അപാകത ഒരുപാടുണ്ട്. ഞാൻ പറയുന്നത്, സ്കൂളുകളിൽ വീണ്ടും രാഷ്ട്രീയം ഉണ്ടാകണം. കാരണം ഇന്ന് 7ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലും പഠിക്കുന്ന കുട്ടികളോട് നമ്മൾ ചോദിച്ചാൽ അവർക്ക് സത്യത്തിൽ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രി ആരാണ്, ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയാണെന്ന് വെച്ചാൽ അവര് അപ്പോഴേ മൊബൈൽ എടുത്ത് യൂട്യൂബിലാണ് നോക്കുന്നത്. അതിന്റെ അർത്ഥം രാഷ്ട്രീയവാദം കോളേജിൽ ഉള്ളത് കൊണ്ടാണ്. ഞാൻ ഈ അടുത്തിടയ്ക്ക് എന്റെ വീടിന്റെ അടുത്തുള്ള ഒരു സ്കൂളിൽ, ഞാൻ അവിടെ സംഘടനാ തെരഞ്ഞെടുപ്പൊന്നുമില്ല, എന്താണെന്ന് അറിയാൻ വേണ്ടി പോയപ്പോൾ അവിടെ ഗ്യാങ്ങുകൾ തമ്മിലാണ് മത്സരം കിരണേ. അപ്പൊ ഈ രാഷ്ട്രീയം ഇല്ലാത്തതുകൊണ്ട് SFI ആവട്ടെ, KSU ആവട്ടെ, യുവമോർച്ച എന്തോ ആയിക്കോട്ടെ, അതൊന്നും പ്രശ്നമൊന്നുമില്ല, യൂത്ത് MSF ആയിക്കോട്ടെ. പക്ഷേ കലാലയത്തിൽ, സ്കൂളിൽ രാഷ്ട്രീയം ഉണ്ടാകുന്നതും അവർക്ക് അതിനെക്കുറിച്ച് ക്ലാസ് എടുക്കുന്നതും നല്ലതാണ്. ഈ പുതിയ തലമുറ ഒരു കാരണവശാലും
വഴിതെറ്റി പോകില്ല. ഇപ്പൊ ഗ്യാങ്സ്റ്റാർ, അതായത് ഈ പറയുന്ന കണക്ക് ഈ ലഹരികൾ ഉപയോഗിക്കുന്ന പല പല ഗ്യാങ്ങുകൾ പല പല പിള്ളേരെ ബിനോയ് പറഞ്ഞത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അങ്ങനെ ഒരു ഉത്തരവാദിത്തം ഒരു കാലത്ത് കേരളത്തിലെ ക്യാമ്പസുകളിൽ കേരളത്തിലെ വിദ്യാർത്ഥി സംഘടനകൾ ചെയ്തിരുന്നു. പക്ഷേ ആ വിദ്യാർത്ഥി സംഘടനകളുടെ ഇപ്പോഴത്തെ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ചകൾ വരുന്നു. കിരൺ, ഞാനൊരു കാര്യം പറയാം. ഒരു നേതൃത്വം, ഒരു KSU ആവട്ടെ SFI ആവട്ടെ, ഇതൊന്നും നേതൃത്വം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. ഞാൻ ഉറപ്പിച്ചു പറയാം, കിരൺ പറഞ്ഞതുപോലെ. ബിനോയ്, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഒരു ക്യാമ്പസിലെ ഒരു യൂണിയൻ ഭാരവാഹി ഒക്കെ ഇത്തരം ഒരു കാര്യം ഇന്നോ ഇന്നലോ ചെയ്യാൻ തുടങ്ങിയതല്ല, കാലങ്ങളായി ചെയ്യുന്നു. ഇത്തരക്കാരൊക്കെ ഈ ക്യാമ്പസുകളിൽ ഏത് വിദ്യാർത്ഥി സംഘടനയായിരിക്കട്ടെ, ആ വിദ്യാർത്ഥി സംഘടനയിൽ അവർ കടന്നുകൂടുകയും അതിന്റെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലൊക്കെ എത്തുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവരെയൊക്കെ തിരിച്ചറിഞ്ഞ് ആ സംഘടനയിൽ നിന്ന് പുറത്താക്കാനുള്ള ആർജവില്ലെങ്കിൽ പിന്നെ എന്തിനാ അതിന് തൊട്ട് മുകളിലൊക്കെ കമ്മിറ്റിക്കാരുണ്ടല്ലോ, ആ കമ്മിറ്റിക്കാരൊക്കെ എന്തിനാണ് ഇരിക്കുന്നത്? കിരणे പുറത്താക്കണം. അത് ഒന്നോ രണ്ടോ ആളുകൾ അങ്ങ് ചെയ്യുമ്പോൾ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ KSU ആവട്ടെ SFI ആകട്ടെ, ഞാൻ പറയുന്നു ഇവിടെ അത് ന്യായീകരിക്കാനല്ല ഇപ്പൊ ഞാൻ വിളിക്കുന്നത്, അങ്ങനെ എന്റെ രാഷ്ട്രീയം ന്യായീകരിക്കാനല്ല. പക്ഷെ കലാലയങ്ങളിൽ രാഷ്ട്രീയം തീർച്ചയായും ബിനോയുടെ അഭിപ്രായത്തോട് ഞാൻ യോജിക്കുന്നു. കലാലയങ്ങളിൽ രാഷ്ട്രീയ സംഘടനകൾ വേണം, വിദ്യാർത്ഥി സംഘടനകൾ വേണം, സ്കൂളിൽ വേണം എന്നുള്ള അഭിപ്രായക്കാരൻ തന്നെയാണ് ഞാനും. അതുകൊണ്ട് ജനാധിപത്യ രീതിയിൽ അവർ തിങ്ക് ചെയ്ത് കുറച്ച് കാര്യങ്ങളുമായിട്ട് പോയാൽ ഈ ലഹരിക്ക് ഒരു അറുതി വരുത്തുവാൻ നമ്മൾക്ക് കഴിയും. പിന്നെ പ്രത്യേകിച്ച് ഞാൻ പറയും, SFI ഇപ്പൊ എന്ത് കാണിച്ചാലും അവർക്ക് SFIയിൽ ചേർന്ന് പ്രവർത്തിച്ചാൽ കുഴപ്പമൊന്നുമില്ല എന്നുള്ളൊരു ട്രെൻഡ് നമ്മുടെ നാട്ടിലുണ്ട്. ഞാൻ അവരെ കുറ്റം പറയുകയല്ല, ആ ഒരു ട്രെൻഡ് ഉണ്ട്. പക്ഷെ ആ ട്രെൻഡ് നമ്മൾ ഒഴിവാക്കണം. അതിന് ബഹുമാന്യനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം SFIയുടെ സമ്മേളനത്തിൽ വന്ന് പറഞ്ഞു, ഇങ്ങനെ തന്നെ പോകട്ടെ SFIയുടെ പ്രവർത്തനം, അത് തന്നെയാണ് നല്ലത്, നിങ്ങൾ കുഴപ്പമൊന്നുമില്ല. പക്ഷെ അല്ല, തിരുത്തേണ്ടുള്ളിടത്ത് SFI ആയാലും യൂത്ത് കോൺഗ്രസ് ആയാലും DYFI ആയാലും KSU ആയാലും തിരുത്തേണ്ടുള്ളിടത്ത് തിരുത്തുക തന്നെ വേണം. നമ്മളുടെ വരും തലമുറ, ഇപ്പൊ സത്യം പറഞ്ഞ ഓരോ പിള്ളേരുടെ അടുത്ത് നമുക്ക് പോയി ഇരിക്കാൻ ഒരു പേടിയും നാണക്കേടും ഒക്കെ, ചിലപ്പോൾ എന്റെ പോക്കറ്റിലോ കയ്യിലോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അടുത്തിരിക്കുമ്പോൾ അയ്യോ നമ്മളോ അതിനകത്തോ. അതുകൊണ്ട് സത്യം പറഞ്ഞ കിരണെ, പൊതുപ്രവർത്തകരും ഇപ്പൊ പേടിക്കേണ്ടുള്ള ഒരു സമയമാണ്. താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. ശ്രീ സുകുമാരനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ സുകുമാരൻ, താങ്കൾക്ക് എന്താണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്? എന്താ പറയുക സാറേ, ഇപ്പം റോഡും മര്യാദക്ക് നടക്കാൻ പറ്റാത്ത അവസ്ഥയില്ല ഇപ്പൊ മനുഷ്യന്മാർ ജീവിക്കുന്നത്. ഹലോ, പറഞ്ഞോളൂ, താങ്കൾ പറയുന്നത് കേൾക്കാം. റോഡിന്റെ മുകളിൽ മര്യാദ നടക്കാൻ പറ്റാത്ത അവസ്ഥയില്ലേ? ചെറിയ പുള്ളന്മാർ അടി പിടി വെള്ളടി ഇതെല്ലാം പരിപാടി. ഇതെല്ലാം ശരിക്കും പോലീസുകാർക്ക് ശരിക്കും കർശനമായിട്ട് നിർദ്ദേശം കൊടുക്കണം. അടിച്ചൊതുക്കണം സാറേ, അതാ വേണ്ടി അടിച്ചൊതുക്കണം പേരെല്ലാം. എന്നാൽ മാത്രമേ അല്ലാതെ രാഷ്ട്രീയ പാർട്ടിക്കാരെ പേരെഴുതി കേട്ടിട്ടൊന്നും കാര്യമില്ല. ഏത് രാഷ്ട്രീയക്കാരായാലും, ഇനി ഏത് രാഷ്ട്രീയ ആയിക്കോട്ടെ, ഇവരൊന്നും പറയുന്നതും ഒന്നും കേൾക്കുന്ന പുള്ളന്മാരല്ല ഇന്ന്. ഹലോ, ശരി, താങ്കൾ പറയുന്നത് കേൾക്കാൻ നമുക്ക് ചില യൂട്യൂബിലെ അഭിപ്രായങ്ങൾ കൂടി ഉണ്ട്. ഗവർണർ മറുപടിയാണ് തോന്നുന്നു. ശ്രീ ശിവകുമാർ ചോദിക്കുന്നു, ഇത് പൊതുവേദിയോ കിരൺ വേദിയോ, കിരണിന്റെ ഉപദേശം കേമം, നിഷ്പക്ഷതയും കേമം എന്ന് പറയുന്നു. ശ്രീ ശിവശങ്കറിന് അങ്ങനെ എന്തെങ്കിലും അഭിപ്രായം കാണും. താങ്കളുടെ അഭിപ്രായത്തെ ഞാൻ മാനിക്കുന്നു. സ്വാഭാവികമായും ചില അഭിപ്രായങ്ങളൊക്കെ വരുമ്പോൾ ആ അഭിപ്രായങ്ങൾക്ക് മറുപടി ഒരു അവതാരൻ എന്ന നിലയ്ക്ക് എനിക്ക് പറയേണ്ടി വരും. അത് താങ്കൾ പറയുന്നതെല്ലാം ശരിയാണ് എന്ന് വേണ്ടി കുലുക്കി അംഗീകരിക്കാൻ അന്ന് നിൽക്കുന്ന ഒരാൾ അല്ല ഇത് അവതരിപ്പിക്കുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും അങ്ങനെ അഭിപ്രായം ഒരു മാധ്യമപ്രവർത്തനം അങ്ങനെ ആയി നിൽക്കാനും കഴിയില്ല. ഉത്തരവാദിത്തപ്പെട്ട ഒരാൾക്ക് അങ്ങനെ കഴിയില്ല. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടി വരും. ചിലർക്ക് ആ മറുപടി ഇഷ്ടപ്പെടില്ല, ചിലർക്ക് ഇഷ്ടപ്പെടും. അതൊക്കെ സ്വാഭാവികമാണ്. ചിലർ രാഷ്ട്രീയ ലക്ഷ്യങ്ങളോടുകൂടി പറയുന്നതാകുമ്പോൾ അവരുടെ രാഷ്ട്രീയത്തിനെതിരായി പറഞ്ഞാൽ അവർക്ക് അത് വലിയ വിഷമമൊക്കെ ഉണ്ടാക്കും. അങ്ങനെയുള്ള ആളുകൾ ഇത്തരം വിഷമങ്ങളൊക്കെ പ്രകടിപ്പിക്കും. അങ്ങനെ വിഷമം പ്രകടിപ്പിക്കാനുമുള്ള അവകാശത്തെ കൂടി ഞങ്ങൾ അംഗീകരിക്കുന്നു. അതുകൊണ്ടാണല്ലോ ഞാൻ എനിക്കെതിരെ എഴുതിയ ഒരു സാധനം കൂടി വായിക്കാൻ തയ്യാറായത്. ആ ഒരു ജനാധിപത്യ മര്യാദയാണ് നമ്മൾ പൊതുവേദിയിൽ എപ്പോഴും പ്രതീക്ഷിക്കുന്നത്. ശ്രീ സുകുമാരനാണ് കണ്ണൂരിൽ നിന്ന്. ശ്രീ സുകുമാരൻ, താങ്കൾ എങ്ങനെയാണ് കാണുന്നത്? ഈ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടാവേണ്ട വലിയ ജാഗ്രതയുണ്ട്. ശ്രീ ചന്ദ്രൻ നായരാണ്. ശ്രീ ചന്ദ്രൻ നായർ, താങ്കൾക്ക് പറയാം. സാർ, ഈ ചെറുപ്പക്കാർ, ഈ ലഹരി വിൽക്കുന്നവരും ഇത് ഉപയോഗിക്കുന്നവരുമായിട്ടുള്ള ചെറുപ്പക്കാരെ നമ്മളെ രാജ്യത്തിനും നാടിനും വേണ്ടേ സാർ? ഇവിടെ എന്താണ്, ഈ സാംസ്കാരിക നേതാക്കന്മാർ മിണ്ടുന്നില്ല, സാമൂഹ്യ പരിരക്ഷാർത്ഥികൾ മിണ്ടുന്നില്ല, രാഷ്ട്രീയക്കാർ കാര്യമായിട്ട് മിണ്ടുന്നില്ല. സാർ, ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ ചെറുപ്പക്കാരുടെ ഭാവി എന്താ, നമ്മളെ രാജ്യത്തിന്റെ ഭാവി എന്താ? ഇത് ആരും മിണ്ടാതിരുന്നു കഴിഞ്ഞാൽ ഇത് വീണ്ടും ഇങ്ങനെ വളരെ ഗുരുതരമായ രീതിയിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയല്ലേ സാർ? ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ റഷീദാണ് കൊയിലാണ്ടിയിൽ നിന്നും. ശ്രീ റഷീദ്, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ വിദ്യാർത്ഥി സംഘടനകൾ ഒരു ക്യാമ്പസിൽ അവർക്ക് മറ്റു വിദ്യാർത്ഥികൾക്ക് മാതൃകയായി നിൽക്കേണ്ടവരും അവകാശ പോരാട്ടങ്ങളുടെയൊക്കെ മുന്നിൽ നിൽക്കേണ്ടവരുമൊക്കെയാണ്. അങ്ങനെയുള്ള വിദ്യാർത്ഥി സംഘടനകളുടെ നേതാക്കളുടെ ഭാഗത്തു നിന്ന് കഞ്ചാവ് കച്ചവടത്തിനൊക്കെ പിടിയിലാകുക എന്ന് പറഞ്ഞാൽ, അത് ഒരാളാണെങ്കിൽ പോട്ടെ, ഒന്നിലേറെ ആളുകളിലൊക്കെ പല സംഭവങ്ങളുണ്ടാകുമ്പോൾ സ്വാഭാവികമായും ഒരു വലിയ തിരുത്തലിന്റെ വക്കിലാണ് നമ്മൾ നിൽക്കുന്നത് എന്ന് പറയേണ്ടി വരില്ലേ? മിസ്റ്റർ കിരൺ, എനിക്ക് അല്പസമയം തരണേ. നമുക്ക് എന്നാലും ചുരുക്കി പറയണം.
അറിയാമല്ലോ. പരമാവധി ചുരുക്കി പറയാം, സമൂഹവും നാടും എല്ലാ മതസംഘടനകളും മതമില്ലാത്ത സംഘടനകളും രാഷ്ട്രീയ സംഘടനകളും രാഷ്ട്രീയ ഇല്ലാത്ത സംഘടനകളും കൈകോർക്കേണ്ട സമയമാണ് ലഹരിക്കെതിരെ. നമുക്കറിയാലോ, എട്ടും പൊട്ടും തിരിയാത്ത 8 വയസ്സ് മുതൽ ഉള്ള കുട്ടികൾ മുതൽ കല്ലും പതിരും മനസ്സിലാക്കുന്ന യുവതലമുറ വരെ ലഹരിക്കടിമയാണ്. ലഹരി വലയത്തിന്റെ അകത്താണുള്ളത്. വിദ്യാർത്ഥികളിലെ 70-80% കുട്ടികൾ ലഹരി ഉപയോഗിക്കുന്നു എന്നാണ് പഠന റിപ്പോർട്ട്. എന്റെയും കിരണിന്റെയും കേൾക്കുന്ന പ്രേക്ഷകരുടെയും മക്കൾ അതിലില്ല എന്ന് എങ്ങനെയാണ് നമുക്ക് വിശ്വസിക്കാൻ കഴിയുക? ആ രീതിയിലൊക്കെയാണ് ലഹരി ഇന്നുള്ളത്. ഞാൻ പ്രതിദാനം ചെയ്യുന്ന ഒരു സംഘടനയുണ്ട്, LNS എന്ന് പറയുന്നത്, ലഹരി നിർമ്മാർജ്ജന സമിതി. അതിന്റെ ഒരു ക്യാമ്പയിൻ ഇന്നലെ തുടക്കം കുറിച്ചിരിക്കുകയാണ്. അത് വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വീടിലേക്ക് കയറി ഇറങ്ങിക്കൊണ്ട് ഇതിനെതിരെയുള്ള ഒരു പ്രതിരോധം സൃഷ്ടിക്കുക എന്നുള്ള രീതി. ഇന്നലെ പാണക്കാട് അബ്ബാസ് അലി തങ്ങളുടെ വീട്ടിൽ വെച്ചായിരുന്നു ആ ക്യാമ്പയിന്റെ തുടക്കം. ആ രീതിയിൽ എല്ലാ സംഘടനകളും ഒത്തൊരുമിച്ചുകൊണ്ട് കൈകോർത്തുകൊണ്ട് ഇതിനെതിരെ പ്രതിരോധിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതിലും നമ്മൾ മനസ്സിലാക്കുന്നതിലും അപ്പുറമായിരിക്കും നാടിന്റെ ദുര്യോഗം എന്ന് നാം മനസ്സിലാക്കണം. ശരി, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ തങ്കച്ചനാണ് കോട്ടയത്തുനിന്നും. ശ്രീ തങ്കച്ചൻ, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? നമസ്കാരം സാർ. നമസ്കാരം സാറേ. ഈ ഞാനൊരു സ്കൂളെന്ന് പറഞ്ഞാൽ ഞാൻ സരസ്വതി ക്ഷേത്രമായിട്ടാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്റെ ഞാനൊക്കെ കുറച്ചൊക്കെ പഠിച്ചു വന്നാൽ പോലും ആ സരസ്വതി ക്ഷേത്രത്തിൽ പവിത്രതയുണ്ട്. ആ പവിത്രത കഴിഞ്ഞു വിളിക്കുന്ന ഈ വിദ്യാർത്ഥികൾ സത്യം പറഞ്ഞാൽ നാടിന് ആപത്താണെന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം വിദ്യാർത്ഥി സംഘടനയായാലും DYFI ആയാലും യുവജന സംഘടന ഇങ്ങനെയൊക്കെ അല്ലെ യൂത്ത് കോൺഗ്രസ് ആണ്, ഞാനൊരു രാഷ്ട്രീയ വിശ്വസിക്കുന്ന വെച്ചൊന്നുമല്ല. എന്നാൽ പോലും ഇവർ കാണിക്കുന്ന അക്രമങ്ങളെ ന്യായീകരിക്കുന്ന ഏത് സർക്കാരും, കോൺഗ്രസ് ആണെങ്കിലും ഇടതുപക്ഷമാണെങ്കിലും BJP ആണെങ്കിലും, അത് നമ്മൾ ഇവിടെ ഇവിടെ വിദ്യാർത്ഥി സംഘങ്ങൾ അക്രമം ഉണ്ടാക്കാനുള്ളൊരു വലിയൊരു ഒരുക്കുന്നതാണ് എന്റെ അഭിപ്രായം. നമ്മളിപ്പോ മനസ്സിലാക്കേണ്ട കാര്യം വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ജീവിക്കുന്ന ഭാഗത്ത് കഞ്ചാവാണെങ്കിലും കള്ളാണെങ്കിലും എന്തായാലും നമ്മൾ വീട്ടിൽ തന്നെ അവരെ മനസ്സിലാക്കി പഠിപ്പിച്ചു കൊടുക്കണം. ഇതൊന്നും പഠിപ്പിക്കാതെ അഴിച്ചുവിടുന്നു. അപ്പൊ ഒരു പരിധി അഴിച്ചുവിടുന്നു. നമ്മുടെ കാരണന്മാർക്കും ഉത്തരവാദിത്വമുണ്ട്, നമ്മൾ ഭരിക്കുന്നവർക്കും ഉത്തരവാദിത്വമുണ്ട്. ഈ ഭരിക്കുന്നവരൊന്നും ഇതിനൊന്നും ചോദ്യം ചെയ്തില്ല. ആര് ചെയ്താലും വിദ്യാർത്ഥികൾ ഇപ്പൊ നമുക്കറിയാലോ. വളരെ വ്യക്തമാണ്. ശ്രീമതി ജയാണ് കൊല്ലത്തുനിന്നും. ശ്രീമതി ജയ, എങ്ങനെയാണ് ഈ വിദ്യാർത്ഥി സംഘടനകൾ കുറെ കൂടി ജാഗ്രതയൊക്കെ പാലിക്കേണ്ട, അല്ലെങ്കിൽ തെറ്റുണ്ടെങ്കിൽ അതിനെ തിരുത്തി മുന്നോട്ട് പോകേണ്ട ഒരു കാലമല്ലേ? നമസ്കാരം കിരൺ. നമസ്കാരം. തീർച്ചയായിട്ടും കുട്ടികൾ കോളേജിലും സ്കൂളിലും ഒക്കെ പഠിക്കുമ്പോൾ വളരെ പഠിത്തത്തിൽ ശ്രദ്ധിച്ച് പോകണം എന്നാണ് എന്റെ ഒരു അഭിപ്രായം. കാരണം അച്ഛനും അമ്മയും വളരെ ബുദ്ധിമുട്ടിയായിരിക്കും ഇവരെ കോളേജിലോട്ട് പറഞ്ഞു വിടുന്നത്. അത് SFI ആവാനോ KSU ആവാനോ ABVP ആവാനോ അല്ല. അതൊക്കെ അവിടെ ഉണ്ടെങ്കിൽ അതിലൊക്കെ നോക്കട്ടെ. പക്ഷെ ഇങ്ങനെ അങ്ങ് ഭാവി കളയാത്ത രീതിയിൽ ഉള്ള പെരുമാറ്റം ശരിയല്ല. കുഞ്ഞുങ്ങൾ അവരുടെ ഭാവിയെ കുറിച്ച് ചിന്തിക്കണം. അവർ നല്ല രീതിയിൽ വളർന്ന് അവരുടെ ഒരു ഫ്യൂച്ചർ നന്നാക്കി എടുക്കണം എന്നാണ് എന്റെ അഭിപ്രായം. തന്നെയുമല്ല, പേരൻസിന് ഇതിൽ വലിയൊരു റോളുണ്ട്. എന്റെ മകനും കോളേജിലൊക്കെ പഠിച്ചതാ. അവൻ വൈകിട്ട് വരുമ്പം അവന്റെ ബാഗിലൊന്ന് നോക്കും, അവനോട് കാര്യങ്ങൾ ചോദിക്കും ഒക്കെ ചെയ്യുമായിരുന്നു. അവന്റെ അച്ഛനും അതേപോലെ തന്നെ. അപ്പൊ അവര് കൂടുതൽ നമ്മളുമായിട്ട് കുറച്ചും കൂടെ അടുക്കത്തതേ ഉള്ളൂ. അപ്പൊ അതിൽ ഒരു റോള് അച്ഛനും അമ്മയ്ക്കും കൂടെ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ SFI പിടിച്ചില്ല, KSUവിനെ പിടിച്ചില്ല, ABVP പിടിച്ചില്ല, അതൊന്നും ഒരു ന്യായവും അല്ല. ആരെ പിടിച്ചാലും കുഞ്ഞുങ്ങളെല്ലാം ഒരേപോലെ തന്നെയാണ് കിരൺ. ശരി, ഓക്കെ, താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ രാജനാണ് കൊല്ലത്തുനിന്ന്. ശ്രീ രാജൻ, താങ്കളെ കുറച്ച് ദിവസം കാണാനില്ലായിരുന്നല്ലോ? ഞാനിതെല്ലാം കണ്ടോണ്ടിരിക്കുകയായിരുന്നു. സാർ ഇങ്ങനെ ക്ഷീണിച്ചു, വല്ലവരും നാരങ്ങ വെള്ളം ഇടയ്ക്ക് കുടിക്കുന്നത്. ശരി, ഓക്കെ, നാരങ്ങ വെള്ളം കുടിക്കുന്നത് കഴിയട്ടെ. ഹലോ, പറഞ്ഞോളൂ. ഇതിപ്പോ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുകയായിരുന്നു. SFIക്കാരെയാ പിടിച്ചെന്ന് പറഞ്ഞപ്പോ. അപ്പൊ സപ്ലൈ ചെയ്തത് ഇപ്പൊ ലേറ്റസ്റ്റ് ന്യൂസ് ഞാൻ കേട്ടു, സപ്ലൈ ചെയ്തത് KSUക്കാരാ. അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. 2 KSUക്കാരെ പിടിച്ചിട്ടുണ്ട്. ഇത് ഹോൾസെയിൽ സപ്ലൈ ചെയ്തത്. പിന്നെ ഞാൻ ജയകുമാർ പറഞ്ഞത് അംഗീകരിക്കുന്നു. കാരണം വെച്ചാൽ എത്രയും പെട്ടെന്ന് പിണറായി വിജയനെ പിരിച്ചു വിടണം. അവരെല്ലാം പിരിച്ചു വിട്ടിട്ട് UDF കാരണം അവർ വന്നു കഴിയുമ്പോൾ നോക്കിയോ സാറ്, ഇവിടെ ആരും ഡ്രഗ്സ് ഉപയോഗിക്കത്തില്ല. ഒരാളും ഇത് എന്തോ ആണെന്ന് പോലും അറിയത്തില്ല. എനിക്ക് തോന്നുന്നു കള്ളു തന്നെ ഇവിടെ ചാരായം ഇതുണ്ടല്ലോ, നമ്മുടെ ബിവറേജ് കോർപ്പറേഷൻ തന്നെ പൂട്ടി പോകുന്ന എനിക്ക് തോന്നുന്നു. വളരെ നല്ല ഭരണമായിരിക്കും വരാൻ പോകുന്നത്. ഞാൻ ആശാ വർക്കറിനെ കണ്ടപ്പോഴും അത് തന്നെയാ പറഞ്ഞത്. നിങ്ങൾ ഇപ്പൊ വീട്ടിൽ UDF വരും, അന്നേരം 30,000 രൂപ വെച്ച് നിങ്ങൾക്ക് തരും മാസം. അപ്പൊ പിരിഞ്ഞു പോകുമ്പോൾ 50 ലക്ഷം രൂപ വെച്ച് തരുമെന്ന്. വളരെ നല്ല ഭരണമാണ് വരാൻ പോകുന്നത്. 6 മുഖ്യമന്ത്രിമാരാ വരാൻ പോകുന്നത്.
അതുകൊണ്ട് നല്ല കാര്യത്തിന് വേണ്ടി നമുക്ക് നിൽക്കാം. ഓക്കെ, ശ്രീ ജയകുമാർ വീണ്ടും പറയുന്നു, കിരൺ ബാബു 100% നല്ലത് പറഞ്ഞാൽ സമ്മതിക്കില്ല, പ്രേക്ഷകൻ പറഞ്ഞതിനെ വിഴുങ്ങി തെറ്റായി വായിച്ച് പ്രേക്ഷകരെ പറ്റിക്കുന്നു എന്ന് പറയുന്നു. ശ്രീ ജയകുമാർ, ഇത് എനിക്ക് മാത്രമല്ല, യൂട്യൂബ് എനിക്കും താങ്കൾക്കും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കും എല്ലാം കൃത്യമായിട്ട് എടുത്ത് വായിക്കാൻ കഴിയും. അവർക്കെല്ലാം കൃത്യമായിട്ട് വായിക്കാനല്ല, എനിക്ക് മാത്രം കാണാവുന്ന ഒരു മൊബൈലിലല്ല ഈ കമൻറ്റുകൾ വരുന്നത്. പൊതുവേദിയിലാണ്, അല്ലെങ്കിൽ പൊതുവായ ഒരു ഇടത്താണ് ഈ കമൻറ്റുകളൊക്കെ വരുന്നത്. അതുകൊണ്ട് താങ്കൾ അങ്ങനെയുള്ള കള്ളങ്ങളൊന്നും പറയേണ്ടതില്ല. പറയുമ്പോൾ ലേശം മറ്റുള്ളവർ കൂടി മനസ്സിലാവും. അങ്ങനെ ഒരു ലേശം ഉളുപ്പ് ഉണ്ടായിരിക്കുന്നത് ശ്രീ ജയകുമാർ നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു എല്ലാം കൊണ്ടും. എന്തായാലും ജയകുമാർ ഇനി അങ്ങനെ ശ്രദ്ധിക്കുക. ശ്രീ കൃഷ്ണൻകുട്ടിയാണ് മണിമലയിൽ നിന്ന്. ശ്രീ കൃഷ്ണൻകുട്ടി, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഈ ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികളെ മുന്നിൽ നിന്ന് നയിക്കേണ്ട, അല്ലെങ്കിൽ അവകാശ പോരാട്ടങ്ങൾക്കൊക്കെ മുന്നിൽ നിൽക്കേണ്ട, പുതിയ സർഗാത്മകമായി നയിക്കേണ്ടവരാണ് ചിലരിപ്പോൾ ഈ ലഹരി കച്ചവടത്തിന്, കഞ്ചാവ് കച്ചവടത്തിനൊക്കെ പിടിയിലാവുന്നത്? സംഘടന ഏതായാലും അവരുടെ ഉത്തരവാദിത്വം കുറച്ച് വലുതാണ്. അതുകൊണ്ട് ഏത് സംഘടനയായാലും അവരുടെ ഉത്തരവാദിത്വം വലുതാണ്. ആ സംഘടനയുടെ ഭാരവാഹികളായിട്ടിരിക്കുന്നവരെ കൊണ്ട് തന്നെ ആദ്യം പ്രതിജ്ഞ എടുപ്പിക്കണം. അവരിതിനൊന്നും കൂട്ടുനിൽക്കില്ലെന്നും എപ്പോഴവരുടെ ശ്രദ്ധയിൽപ്പെട്ടാലും അവരുടേതായ രീതിയിൽ നടപടിയെടുക്കുന്നു, അധികാരികളെ അറിയിക്കുമെന്നുള്ളൊരു പ്രതിജ്ഞ അവരെ കൊണ്ട് തന്നെ എടുപ്പിക്കണം. സംഘടന ഏതായാലും അതിന്റെ യൂണിറ്റ് ഭാരവാഹികളായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടവരെ കൊണ്ട് ആ ഒരു ബോധവൽക്കരണം സംഘടനയിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും വേണ്ടി ചെയ്യണം. അതാണ് സംഘടനയുടെയൊക്കെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ്. ഏത് സംഘടനയായാലും ആ സംഘടനയിലെ ഭാരവാഹികൾ ആ തരത്തിൽ ഉള്ളവരാണ് എന്ന് ഉറപ്പാക്കേണ്ട ഉത്തരവാദിത്വം ആ സംഘടനയ്ക്കുണ്ട്. അതിൽ വീഴ്ച വരരുത്. പ്രത്യേകിച്ച് വീഴ്ച വന്നു കഴിഞ്ഞാൽ ആ സംഘടനയ്ക്ക് ആകെയാവും നാണക്കേടുന്നത്. അതിൻ്റെ നയിക്കുന്നവർ ഓർക്കണം. ശ്രീ മുഹമ്മദാണ് മഞ്ചേരിയിൽ നിന്ന്. ശ്രീ മുഹമ്മദ്, താങ്കൾ എങ്ങനെയാണ് ഈ വിഷയത്തെ കാണുന്നത്? നമസ്കാരമുണ്ട് സാറേ. നമസ്കാരമുണ്ട്. ഈ വിഷയത്തിൽ കാര്യമായിട്ട് കാണുന്നുണ്ട്. നാളത്തെ ബഹുമാന്യ പേപ്പറുകളും മലയാളത്തിന്റെ കണ്ണിലുണ്ണിയായ പേപ്പറുകളുണ്ട്. അവരൊക്കെ നാളെ ഒന്ന് എഴുതും. ഒന്ന് എഴുതും സാലിക്കിന്, ആസിക്കിന്, ആകാശിന്, പിന്നെ ആദിന്, പിന്നെ അനന്തുവിന്, ഇവരൊക്കെ ഒന്ന് എഴുതും. പിന്നെ ഈ അനന്തുവിന്റെ മുറിയിൽ വേറെയും ഒരു സാധനം കിട്ടിയിരിക്കണേ. അപ്പൊ എന്താ ഇവരൊക്കെ കാര്യം? ഇവർ പൂർവ്വ വിദ്യാർത്ഥികളായിട്ട് കോളേജിൽ പോകാഞ്ഞ് എന്നാണ്ട് ഒരാളെ മുറി കയറിയിരിക്കുക. അപ്പൊ അവിടെ പ്രിൻസിപ്പാളും കാര്യങ്ങളും മറ്റും മറിച്ചൊന്നുമില്ലേ? അപ്പൊ ഇതൊക്കെ ഒന്ന് അന്വേഷിക്കേണ്ടിയോ പിടിച്ചേണ്ടിയോ ഒക്കെ ആരാണ്? പ്രിൻസിപ്പാൾ പറഞ്ഞതിൽ വലിയ ഇതുണ്ട്, സന്തോഷമുണ്ട്. 2 കിലോ കണ്ടു അതിന്റെ അടുത്ത്. പിന്നെ വേറൊരു സാധനം കണ്ടു, അതിനെ സംബന്ധിച്ച് ഞാൻ ഇവിടെ വിവരിക്കുന്നില്ല അതെന്തിനാന്നുള്ളത്. അപ്പൊ സാറ് ഇതൊക്കെ ഒന്ന് നാളെ പേപ്പറിലും വരുത്തണം. കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം തന്നെ അത് നൽകും. അങ്ങനെ ആളൊന്ന് മാറ്റി കൊടുക്കണം സാറേ. ശരി, ഓക്കെ. ശ്രീ ജേക്കബാണ് പത്തനംതിട്ടയിൽ നിന്നും. ശ്രീ ജേക്കബ്, താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഈ വിദ്യാർത്ഥി സംഘടനകളുടെ ഉത്തരവാദിത്വത്തിൽ നിന്ന് അവർക്ക് ഈ ഒളിച്ചോടാൻ കഴിയുമോ? ആർക്കും ഇതിൻ്റെ അകത്തുനിന്ന് ഒളിച്ചോടാൻ കഴിയില്ല. കാരണം ഇത് ഇറ്റ്സ് എ കോമൺ റെസ്പോൺസിബിലിറ്റി, സൊസൈറ്റിയുടെ റെസ്പോൺസിബിലിറ്റിയാണ്. ഏറ്റവും മുഖ്യമായിട്ടുള്ള റെസ്പോൺസിബിലിറ്റി ഗവൺമെന്റിന്റെ. അത് കഴിഞ്ഞാൽ ഗവൺമെന്റ് ഭരിക്കുന്ന പ്രതിനിധീകരിക്കുന്ന ആ പാർട്ടിയിലുള്ള വിദ്യാർത്ഥി സംഘടനകൾക്ക് വളരെയധികം ഉണ്ട്. എല്ലാ വിദ്യാർത്ഥി സംഘടനയ്ക്കും ഇപ്പൊ ഏത് SFIO KSUO ABVP എന്നുള്ളതല്ല. ഇവിടെ തെറ്റ് കാണിക്കുന്നവരെ ശിക്ഷിക്കപ്പെടുന്നില്ല. കഴിവതും കുറച്ചു പേരെയൊക്കെ അവിടെ ഇവിടെ കുറച്ച് ശിക്ഷ കാണിച്ചിട്ട് അത് കുറച്ച് കഴിയുമ്പോൾ ഒരു 6 മാസം കഴിയുമ്പോൾ അവർ വീണ്ടും പഴയ പോലെ ആകുന്നു. ഇപ്പം തന്നെ ഈ ക്ലിപ്പ് നിങ്ങൾ കാണിക്കുന്നത് കുറച്ചുകൂടെ കഴിയുമ്പോൾ കാണാം, പോലീസുകാരും ഈ കുട്ടികളുമായിട്ട് വളരെ സൗഹാർദ്ദപൂർവ്വമാണ് സംസാരിക്കുന്നത്. ഇവരെ ആരെയും ഒരു സോഷ്യൽ എനിമിറ്റിയായിട്ട് അല്ലെ സോഷ്യൽ ഒരു പ്രോബ്ലമായിട്ട് ഇവരെ കാണിക്കുന്നില്ല. ഇവരൊക്കെ വളരെ ഫ്രാങ്കായിട്ട് വളരെ ഫ്രീ ആയിട്ടാണ് ചിരിച്ചു കളിച്ചാണ് അവരൊക്കെ കയറുന്നത്. അപ്പൊ ഇവർക്ക് ഇതിനെ കുറിച്ച് ഒരു ഭയമില്ല. ഈ തെറ്റുകൾ ചെയ്യാൻ വീണ്ടും അവരെ പ്രേരിപ്പിക്കുകയാണ്. അവർക്കുള്ള ഫുൾ ഫ്രീഡം ഉണ്ടെന്നുള്ളൊരു ധാരണ. അവരെ പ്രൊട്ടക്ട് ചെയ്യാനും അവരെ സഹായിക്കാനും ആൾക്കാരുണ്ടെന്നുള്ളതാണ് അവരുടെയൊക്കെ പിൻബലം. ഇതൊക്കെ രാഷ്ട്രീയക്കാരാണ്. താങ്കൾ എങ്ങനെയാണ് കാണുന്നത് ഈ വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്ന് വലിയൊരു ശുദ്ധീകരണം ആവശ്യമല്ലേ? അല്ല, നമസ്കാരമുണ്ട് സാറേ. നമസ്കാരമുണ്ട്. ഞാൻ പറയുന്നത് അതല്ല സാറേ. കാരണം കോട്ടയത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ലേ? കോട്ടയത്ത് ഉണ്ടായ സംഭവം എന്തായി? ആ കേസ് എന്തായി? ഒരു കുട്ടിയുടെ ദേഹത്ത് എന്തോ ഫെവിക്വിക്കൊക്കെ ചേർത്തിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി. എന്റെ മക്കളൊക്കെ പുറത്ത് പഠിക്കുന്നതാണ്. അന്ന് മുതൽ ഞങ്ങൾ ഇങ്ങനെ വളരെയധികം വിഷമത്തിലിരിക്കുകയാണ്. അതുകൂടാതെ കളമശ്ശേരി പോളിടെക്നിക്കിൽ ഈ വെയിങ് മെഷീൻ എന്തിനാണ് അവിടെ വെച്ചിരിക്കുന്നത്? തൂക്കി വിൽപ്പനയായിരുന്നു എന്നാണ് പറയുന്നത്.
അത് തന്നെ ചോദിക്കുന്നത് സാറേ. അതിനെപ്പറ്റി ഇവിടെ ഒന്നും പറയുന്നില്ല, ആരും സംസാരിക്കുന്നില്ലല്ലോ സാറേ. അല്ല, അത് തന്നെയാണല്ലോ വിഷയം നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയാണ് വിഷയം സാറേ. പക്ഷെ വേറെ രസം എന്താണെന്നറിയോ, നമ്മുടെ നാട്ടിൽ തന്നെ ഓരോ ദിവസവും 2 ദിവസം കഴിയുമ്പോൾ ആരെങ്കിലും പിടിച്ചു കഴിഞ്ഞാൽ ഇവർ ഈ നാട്ടിൽ മൊത്തം വീണ്ടും ബൈക്കിലും എല്ലാം നടന്ന് വീണ്ടും കച്ചവടമാ. അതെ. അപ്പം നമ്മൾ എന്താ ഈ കാണുന്നത്? നമ്മുടെ കുട്ടികളൊക്കെ പുറത്ത് അവരെ ഹോസ്റ്റലിൽ ഇരിക്കുന്ന ഓരോ ദിവസം കഴിയുമ്പോഴും ഞങ്ങൾ ഉരുകിക്കൊണ്ടിരിക്കുകയാണ്. ശരി, ഓക്കെ. ഈ കോട്ടയത്തുണ്ടായ സംഭവം കണ്ടപ്പോൾ സത്യത്തിൽ ഞങ്ങൾ അന്ന് രാത്രി ഉറങ്ങിയിട്ടില്ല. അന്ന് ഒരിക്കലും ആർക്കും ഉറങ്ങാൻ കഴിയുന്ന ഒന്നായിരുന്നില്ല. അത്രത്തോളം ക്രൂരന്മാർ, പ്രത്യേകിച്ച് നഴ്സിംഗ് വിദ്യാർത്ഥികളൊക്കെ അങ്ങനെയൊക്കെ ചെയ്താൽ ഇവരൊക്കെ ഭാവിയിൽ നഴ്സുമാരായി വന്നു കഴിഞ്ഞാൽ അവരുടെ മുന്നിലെത്തുന്ന രോഗികളുടെ അവസ്ഥ എന്താവുമെന്ന് ഓർത്ത് തന്നെ നമ്മളൊക്കെ ആയിരിക്കും ചിലപ്പോൾ രോഗികളായി ചെല്ലേണ്ടി വരും. കളമശ്ശേരിയിലുണ്ടായത് എന്തിനാണ് വെയിമിഷൻ വെച്ചിരിക്കുന്നത്? ഈ വെയിമിഷൻ എന്തിനാണ് അവിടെ വെച്ചിരിക്കുന്നത്? അതിനെപ്പറ്റി നമ്മുടെ ഈ സംസാരത്തിനകത്ത് വരുന്നില്ല. ശരി, ഓക്കെ. ശ്രീ വേണു, ശ്രീ സന്തോഷാണ് കടക്കൽ നിന്നും. ശ്രീ സന്തോഷ്, താങ്കൾക്ക് പറയാം. സാർ, എല്ലാ സ്ഥലത്തും ഈ മയക്കുമരുന്നിന്റെ ഉപയോഗം വലിയതായിട്ട് കൂടിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് കലാലയങ്ങളിൽ വലിയ രൂക്ഷമായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ വലിയ പങ്ക് SFIക്ക് വഹിക്കാൻ കഴിയും, പക്ഷെ അവരത് ചെയ്യുന്നില്ല. എതിരാളികളെ ആക്രമിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ശരി, താങ്കളുടെ അഭിപ്രായം വളരെ വ്യക്തമാണ്. സഭയ്ക്ക് കൂടുതൽ ഉത്തരവാദിത്തമുണ്ട് എന്നുള്ള തരത്തിൽ വലിയ സംഘടന എന്ന നിലയ്ക്ക് അത്തരം ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതാണ്. എന്തായാലും ഈ ഇതിൽ പ്രതികരിച്ച ചിലരെങ്കിലും അവരുടെ രാഷ്ട്രീയ അഭിപ്രായങ്ങൾ വെച്ചിട്ട് ആ ഒരു കണ്ണിലൂടെ മാത്രമാണ് കണ്ടത്. എന്നാൽ മറ്റു ചിലർ അങ്ങനെയല്ല. അക്കാര്യത്തിൽ ഒരു അതീവ ജാഗ്രത സമൂഹത്തിന്റെ ഭാഗത്തു നിന്ന് ആകെ ഉണ്ടാവണം. പ്രത്യേകിച്ച് വിദ്യാർത്ഥി സംഘടനകളുടെ ഭാഗത്തു നിന്നും വലിയ ജാഗ്രത ഉണ്ടാവണം. തെറ്റുകളുണ്ടെങ്കിൽ തെറ്റുകാരെ സംരക്ഷിക്കുകയല്ല, അവരെ തിരുത്തുകയാണ് വേണ്ടത്. അങ്ങനത്തരക്കാരെ മുന്നിൽ നിർത്തിയല്ല ഒരു വിദ്യാർത്ഥി സംഘടനയും മുന്നോട്ട് പോകേണ്ടതും. അങ്ങനെ മുന്നോട്ട് പോയാൽ ആ വിദ്യാർത്ഥി സംഘടന ആകെ ഇത്ര കാലം ആ വിദ്യാർത്ഥി സംഘടന ഉണ്ടാക്കിയ വലിയ സൽപ്പേരിനെ ആകെ കളങ്കപ്പെടുത്തുന്നതാവും. അതിനെ ന്യായീകരിക്കുന്ന നിലപാടുകൾ സ്വീകരിക്കുന്നത് പോലും. അതുകൊണ്ട് തന്നെ അത്തരം ഒരു തിരുത്തലിനാണ് തയ്യാറാവേണ്ടത്. അത്തരത്തിലൊരു അഭിപ്രായ പ്രകടനമാണ് സ്വാഭാവികമായും ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായത്. എന്തായാലും നാളെയും ഇതേ സമയം ന്യൂസ് 18 പൊതുവേദി മറ്റൊരു വിഷയവുമായി.